ബഹുമാനപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇങ്ങനെ ഈ ചാനൽ കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഹെബ്രോൻ ഗോസ്പൽ അസംബ്ലിയുടെ നേതൃത്വത്തിൽ 2 ദിവസം തിങ്കളും ചൊവ്വായും നടക്കുന്ന മീറ്റിങ്ങിലേക്ക് പ്രത്യേകിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ദൈവവചനം പ്രസംഗിക്കുവാൻ എത്തിയിരിക്കുന്ന ദേവദാസൻ ഇന്ത്യയിൽ ദീർഘവർഷങ്ങൾ പല സംസ്ഥാനങ്ങളിൽ ദൈവവേല ചെയ്തു വന്ന കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ്. Hallelujah, hallelujah. Praise you, Jesus, praise you, Jesus. Hallelujah, hallelujah. 40 ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Praise God. ഒരു മനോഹര പാൽക്കാലം കടന്നു വന്ന ഈ സമയത്ത് hallelujah. നമുക്ക് ദൈവത്തിൽ കടന്നു വരുവാൻ ഒരു അവസരം തരുന്നവയ്ക്കായി നമുക്ക് സ്തുതിക്കാം. Hallelujah. Praise God. Hallelujah, hallelujah, hallelujah. Praise God. 2-3 പേർ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ കുഴിമത്തിലെ കർത്താവ് ഇന്ന് പൽക്കാലം ഇവിടെയുള്ളതിനാൽ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം മനസ്സിൽ പകർന്നുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവ്വാന്തരമായ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം മറക്കരുതെന്ന് വചനം പറയുന്ന പോലെ ഇന്ന് പലക്കൽ അവന്റെ ഉപകാരത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടിയങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയം കൂടെ കടന്നു വരുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ നടക്കുന്ന യോഗത്തിന്റെ ആദ്യകാലത്ത് കടന്നു വന്നിരിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ യോഗത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വരാനുള്ളവര് എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ ഇടിയാക്കണമേ കർത്താവേ. യാത്ര നീ പരിപാലിക്കണം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങയുടെ വചനം സംസാരിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അങ്ങയുടെ വചനം സംസാരിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം പകരുവാൻ, ഒരു വലിയ വിടുതൽ പകരുവാൻ കർത്താവ് ഇടിയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഓ വചനം സംസാരിക്കുവാൻ, ഹല്ലേലൂയ, ഓ അങ്ങയുടെ ദൂത് അറിയിക്കുവാൻ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. Praise God, hallelujah, hallelujah. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. Hallelujah, hallelujah. പ്രത്യേകാൽ ഇന്ന് പൽക്കാലം ഇവിടെ ആയിരിക്കുന്ന hallelujah, praise God. കവലത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. hallelujah. കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ദാസൻ കർത്താവേ hallelujah സൃഷ്ടിച്ചല്ലോ. hallelujah. അനേകർക്ക് അനുഗ്രഹമായിരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ദാസനെ ബലപ്പെടുത്തണമേ കർത്താവേ, സ്തോത്രം. hallelujah. സംസാരിക്കുന്ന എല്ലാ ദാസന്മാർക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വലിയ വിടുതലോടെ കടന്നു മനസ്സിലായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ചാരയും ദുരിതം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, വരും ദിവസങ്ങൾ അനേകരെ ഹല്ലേലൂയ ഇതിനെ കാണുമ്പോൾ ഹല്ലേലൂയ അവിടെവിടങ്ങളായി അങ്ങയുടെ കരമയച്ച് ജീവിതം വിടുവിച്ച് നിത്യജീവൻ അവകാശം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ വചനം ജീവനുള്ളവനുമായിരിക്കാൻ ഹല്ലേലൂയ അത് കടലിൽ ചലിക്കുന്ന പ്രാണി ഉണ്ടാകുമെന്ന് അത് വചനമുണ്ടല്ലോ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ജീവബോധനായി സ്തോത്രം. ഹല്ലേലൂയ. യോഗത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിനെ നാമത്തിൽ ചോദിക്കുന്നത് കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. യാഹേ നീ എൻ്റെ ദൈവം എന്നുള്ള വാക്കുണ്ട്.
യഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമോ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്കു ഞാൻ എല്ലാം ഭയപ്പെടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്കു ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയന് സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയന് സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാവേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. അലറും നീയാഴിയിൽ അലയാതി ഘോര, തോന്നുന്നു വീതിയ ഹൃദയഭാരം. അലറും നീയാഴിയിൽ അലയാതി ഘോര, തോന്നുന്നു വീതിയ ഹൃദയഭാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയന്, എന്തു ഗാത്രകരമായില്ല. ദൈവത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നീ സഹായിക്കണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. നീ അല്പം കൊണ്ട് ദൈവമാണല്ലോ. ഇന്ന് രാത്രികാലം നീ വൻക്രിയ ചെയ്യണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ആരും സൗഖ്യമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുവാൻ, വിടുതൽ പ്രാപിച്ച് കടന്നു പോകുവാൻ നീ സഹായിക്കണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ജീവിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് വെളിപ്പെടുത്തൽ വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയുടെ ശക്തി വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദുഷ്ടശക്തി നിൽക്കുകയില്ല കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, അങ്ങ് രാത്രികാലം അത് തീർക്കണമേ കർത്താവേ. അതിനെ സംസാരിക്കുമ്പോൾ ദാസന്മാർ നമ്മോട് കൂടെ ഇരിക്കണം കർത്താവേ. അത്ഭുതമായ വചനം, ഹല്ലേലൂയ, കൃപ ചെയ്ത് രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. നിരവധിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവസമർക്കായത്തെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൃപ കൂടിയിരിക്കണമേ. വരവോടെ ത്രയപ്പെട്ട് സഹായിക്കണമേ. പ്രത്യേക ഇത് വീഡിയോ ചെയ്ത്, ഹല്ലേലൂയ, അനേക പ്രദേശം ചെയ്യുവാൻ സഹായിക്കുന്ന അസുലങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അനേകർ ഇത് കണ്ട്, ഹല്ലേലൂയ, രൂപാന്തരപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ കർത്താവ് തിരിയോടെ ഇടിയാക്കാൻ പ്രാർത്ഥിക്കുന്ന കൃപ കൂടിയിരിക്കണമേ. യേശുവിനെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ഈ രാത്രികാലം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഈ രാവിലെ സമയം മുതൽ ഇത്രത്തോളം ദൈവം നമ്മെ പരിപാലിച്ചു. ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഇത്രത്തോളം അതിശയകരമായ അത്ഭുതകരമായ ദൈവം നമ്മെ വഴി നടത്തി. നമ്മൾ ആഗ്രഹിച്ചതിലുപരി അനേകം നന്മകൾ, ആത്മീകവും ഭൗമികവും ശാരീരികവും മാനസികവുമായ അനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഒന്നും നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ദൈവം കരുണാസമ്പന്നനായതുകൊണ്ട്, ദൈവം നമ്മോട് മനസ്സിലുള്ള ദൈവമായതുകൊണ്ട് ദൈവം നമ്മെ സഹായിച്ച് ഇന്ന് രാത്രി കാലവും ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനുള്ള സമയമാണ്. അതോടൊപ്പം ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാനുള്ള സമയം ആയതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ താഴ്ത്തി ഫലമേൽപ്പിക്കണം. ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ദാസന് ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയേറ്റ് ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, വിടുതലിന് കാരണമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ,
എൻ്റെ പ്രാർത്ഥനയ്ക്ക്, ഇന്നത്തെ യോഗത്തിന്, അനുഗ്രഹത്തിന് തടസ്സമായി എന്തെങ്കിലും വിഷയം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്താൽ ഈ രാത്രികാലം എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ എന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങൾ ഫലമേൽപ്പിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ കുറവുകൾ, കുറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ചിന്തയിൽ വന്നുപോയ പാകപ്പിഴകളും കുറ്റങ്ങളും കുറവുകളും പാവങ്ങളും എല്ലാം ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നാം പ്രാർത്ഥന അപേക്ഷിക്കുമ്പോൾ, ഇന്നത്തെ ഈ കൂടിവരവ് കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അത് അനേകം ജീവിതങ്ങൾ ക്രിയ ചെയ്യുവാൻ ഇടയായി തീരണം. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അത് വീഡിയോയിൽ കാണുന്നവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണം. കാരണം ഇത് അന്ത്യകാലമാണ്. നമ്മുടെ മുമ്പാകെ ഇനി സമയമില്ല, നമ്മുടെ മുമ്പാകെ ഇനി ഒട്ടും സമയമില്ല. ഏത് സമയത്തും കർത്താവിന്റെ മടങ്ങിവരവ് നടക്കാവുന്ന അതിന്റെ അന്ത്യ മോമെന്റിൽ നമ്മളായിരിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ ദൈവനാമം മഹത്വമെടുക്കും. അത് ജീവിതങ്ങൾ ക്രിയ ചെയ്ത് ചിലരെ കൂടെ ആ തീയിൽ നിന്നും, കൊടും തീയിൽ നിന്നും വലിച്ചെടുത്ത് ക്രിസ്തുവിന്റെ രക്ഷണ്യത്തിലേക്ക്, ആ രക്ഷാമാർഗത്തിലേക്ക് ചിലരെ കൊണ്ടുവന്ന് നിത്യ നരകത്തിൽ നിന്നും ചിലരെ നിത്യ ജീവനിലേക്ക് ചിലരെ എടുത്തു മാറ്റുവാൻ ഈ പ്രത്യേക കൂടിയവരവ് ദൈവം സഹായിക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നും ചിലർ ശബ്ദമുയർത്തി നമ്മെ തന്നെ ദൈവകരങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിച്ച് ശബ്ദമുയർത്തി ഇന്നത്തെ യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. കൂടിയിരിക്കുന്നവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവദാസന് അത് അനുഗ്രഹമായി തീരും. ദൈവത്തിന്റെ നാമം ശക്തിയായി ഘോഷിക്കുവാനിടയായി തീരും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ, യഹോവ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് ഒന്നുകൂടി ഓർക്കുവാൻ, ഞങ്ങളുടെ പ്രാണന് വേണ്ടി അവിടുന്ന് ചെയ്തത് ഓർക്കുവാൻ, കർത്താവെ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത അനേകം നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന കർത്താവെ, പറഞ്ഞു തരാത്ത എല്ലാ ദാനങ്ങളെയും ഓർത്തി രാത്രികാലം ഈ സന്ധ്യാസമയം നന്ദിയോടെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി അവിടുത്തെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ അവിടെ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നോട്ടത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ കർത്താവെ, അവിടെ നിങ്ങളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഒരുക്കമുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടെ നിങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരിക്കൽ നിലമായി കർത്താവെ ഞങ്ങളുടെ ഉള്ളം മാറുവാൻ തക്കവണ്ണം അവിടുത്തെ വിലയേറിയ വചനമെന്ന് വിത്ത് കർത്താവെ ആ ഒരിക്കൽ നിലത്തിലേക്ക് വീഴുവാൻ കർത്താവെ അവിടുന്ന് സംഗതിയാക്കുമാറാകണമേ. അത് പാറപ്പുറത്ത് വീഴുവാൻ ഇടയാക്കരുത് കർത്താവെ, അത് മുള്ളുകളുടെ ഇടയിൽ വീഴുവാൻ ഇടയാക്കരുത് കർത്താവെ, അത് നല്ല നിലത്തിൽ വീണ് കർത്താവെ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടിവരുത്തുന്നതിന്റെ ജനത്തെ അവിടുത്തെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് കഴുകുകയും അവിടുന്ന് ആശീർവദിക്കുകയും അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണേ. രാത്രികാലം കർത്താവെ, ഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ, നിരാശയോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ കർത്താവിന്റെ കരത്തിന്റെ സ്പർശനം കർത്താവെ അവരുടെ ജീവിതത്തിൽ രാത്രികാലം അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കുവാൻ പോകുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ കർത്താവെ ബുദ്ധിമുട്ടുകളോടെ ആരെങ്കിലും ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ വേഗം വായുന്ന വചനമയച്ച് രാത്രികാലം കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വിടുവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ നിന്റെ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സ്വർഗരാജ്യത്തേക്ക് വേണ്ടി അനേകം ജീവിതങ്ങളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചെടുപ്പാൻ ഈ സഭയെ അവിടുന്ന് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ കർത്താവെ ശക്തിയോടെ മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവദാസന്മാർക്കായി സ്തോത്രം കർത്താവെ, ആവശ്യമായ എല്ലാ സ്വർഗീയ നന്മകളും പരിജ്ഞാനവും കർത്താവെ അവിടുന്ന് കൊടുത്ത് അധികമായി അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അനേകർ കടന്നു വന്ന് കർത്താവെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആ മാധുര്യമേറിയ ശബ്ദം കേൾക്കുവാൻ, ക്രിസ്തുവിൽ കൂടെയുള്ള വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, അവരുടെ പ്രത്യാശ പുതുക്കുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽപ്പാൻ കർത്താവെ അനേകരെ ഒരുക്കിയെടുക്കുവാൻ ഈ കൂടി ഒരുവനെ സംഗതിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. രാത്രികാലം വചനം ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ കർത്താവെ വിലപ്പെട്ട ദാസനെ ഇവിടുത്തെ തൃക്കരങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറിഞ്ഞു നിൽക്കട്ടെ കർത്താവെ. ക്രൂശിൽ കർത്താവെ ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു
ഇന്ന് രാത്രികാലം ഉയർത്തുവാൻ കർത്താവേ ഹല്ലേലൂയ അനേകരുടെ ജീവിതങ്ങൾ വിടുതലായി കാണുവാൻ അനേകരുടെ കണ്ടു കർത്താവേ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ പിതാവേ അവിടുന്ന് സംഗതിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ മുമ്പാകെ ഇനി കർത്താവേ സമയമില്ലാത്ത ഒരു കാലത്തിന്റെ അവസാന നിമിഷങ്ങൾ ഞങ്ങൾ വന്നെത്തിയിരിക്കുമ്പോൾ ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സേവ ചെയ്യുവാനോട് നിങ്ങളെ ഒരുക്കിയെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങേക്ക് ഹിതകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവേ അവിടെ നിങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ട കൃപ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും നൽകി തന്ന് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ കൂടിവരവിന്റെ പ്രാരംഭ ദിനത്തിൽ തന്നെ കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ കൃപകളാൽ നിന്റെ ജനം നിറയപ്പെടുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാവിലെ രാത്രികാലമുള്ള കർത്താവേ ഹല്ലേലൂയ വചന ശുശ്രൂഷയിൽ കൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റുവാൻ, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുവാൻ, വളർച്ച പ്രാപിക്കേണ്ടത് വളർച്ച പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എഴുതി കടന്നു വരുവാനുള്ള ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ തക്ക സമയത്ത് അവരെ കൂട്ടിവരുത്തുമാറാകണമേ. രാത്രികാലം വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഓരോ കർത്താവേ ഈ വീഡിയോയിൽ കൂടി ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് കാണുന്നവരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലിന്റെ കാരണമായി തീരുവാൻ കർത്താവേ ഒരു പുതുവഴി തുറക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഒരു വിഷയമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഞങ്ങളുടെ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ നിങ്ങളെ സഹായിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. രാത്രികാലം അവിടെ നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ തേജസ്സിന്റെ കീഴിൽ അവിടെ നിങ്ങളെ ഇരുത്തിക്കാട്ട് കർത്താവേ കൃപയുടെ മറുപടിയോട് നിങ്ങളെ പൊതിഞ്ഞാട്ട് സർവ്വജ്ഞായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 4 ദിവസമല്ല കുറച്ച് ദിവസങ്ങളായി അവിടെ ഓഷൻ കോൺഫറൻസ് ഈ പ്രെയർ ലൈൻ കോൺഫറൻസിൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്വം എടുത്ത പ്രിയപ്പെട്ടവരാണ് പ്രിയ കുഞ്ഞൽ വിൽസൺ, അതുപോലെ തന്നെ ബ്രദർ മോഹൻ. അവരൊക്കെ അവിടെ ചെയ്ത ശുശ്രൂഷകൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ തന്നെ ലജ്ജിച്ചു പോയി. എൻ്റെ ദൈവമേ, അവർ വണ്ടി ഓടിക്കുന്നു, അവിടെ ചെന്ന് ആൾക്കാരെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ഫുഡ് കൊടുക്കുകയും അതിനുവേണ്ടി അവിടെ ഒരു സ്വോത്രകാഴ്ചയും എടുത്തില്ല. അവിടെ വന്നവർക്കെല്ലാം ഫ്രീ ഫുഡും എല്ലാ കാര്യങ്ങളും. ഏതാണ്ട് 10-400 പേര് വന്നു. ഞാൻ ആദ്യമായിട്ട് ആ കോൺഫറൻസിൽ പോകുന്നു. അവർ തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പെന്തക്കോസുകാർ തമ്മിൽ ഇങ്ങനെ സ്നേഹം ഉണ്ടോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നീടാണ് മനസ്സിലായത് പെന്തക്കോസുകാരല്ല വന്നത് കൂടുതൽ, അത് മുഴുവനും തമ്മിൽ കാണാതെ ഫോണിൽ കൂടെ വർഷങ്ങളായിട്ട് ഇത് പ്രാർത്ഥിക്കുന്നവരാണ്. അവർ തമ്മിൽ അറിയത്തില്ല. അവിടെ വന്നപ്പോഴാണ് ഇന്നാരാണോ എന്ന് പറഞ്ഞ് അവരുടെ ആ സ്നേഹം കാണും. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരെയും നമ്മളിൽ കൺവെൻഷനും അതും ഇതും കണ്ട് അങ്ങ് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, സഹിയിട്ടിരിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ തമ്മിൽ അധികം കാണാതെ ദൈവസേനയിൽ വന്ന് കാണുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് വന്നു, വചനം കേട്ടു. കൂടുതലൊന്നും കാര്യങ്ങളൊന്നും ഞാൻ നല്ലതാണ് നമ്മൾ തമ്മിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ എന്തോ ഉണ്ടാകും. അത് ഒരു വിഷയമാണ്. ഏതായാലും ഞാനത് പറയാനല്ല വന്നേ. ഈ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 21 വയസ്സുള്ള ഒരു യൗവനക്കാരി മരിച്ചു. അതിൻ്റെ വ്യൂവിങ്ങും നാളെ ഫ്യൂണറലും. അതുപോലെ തന്നെ ഫിലഡൽഫിയയിൽ ഒരു ദൈവദാസൻ്റെ മകൻ 35 വയസ്സേ ഉള്ളൂ. കാലിഫോർണിയയിൽ പാസ്റ്റർ സാമച്ചൻ്റെ കൂടെ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. അത് പെട്ടെന്ന് നേരം വെളുത്ത് നോക്കിയപ്പോൾ ബെഡിൽ മരിച്ചു കിടക്കുന്നു. 35 വയസ്സ്, 2 കുഞ്ഞുങ്ങൾ, ഇനി ഒരു കുഞ്ഞ് വരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഈപ്പൻ ചെറിയ എന്ന് പറഞ്ഞ ദേവദാസൻ അതിൻ്റെ മകനാണ്. നിങ്ങൾ ആ വിഷയം. അതുപോലെ അറ്റ്ലാന്റയിൽ ഞാൻ ഇപ്പോൾ കണ്ടു ഒരു യൗവനക്കാരി, അതും ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലോകത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ
നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ആരും ഒന്നും അല്ലല്ലോ, നമുക്കാർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലല്ലോ. എന്നാൽ നമ്മുടെ മലയാളികളെ എങ്കിലും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഹല്ലേലൂയ, ഇവിടെ അല്പകാലം ഇങ്ങനെ ഡർവാറടിച്ച് എല്ലാമായി ജീവിക്കുന്ന പല പ്രിയപ്പെട്ടവരും കർത്താവിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഈ ദൈവം ഇത്രയൊക്കെ നന്മകൾ ചെയ്തതിൻ്റെതായിരിക്കുന്ന യാതൊരു നന്മയും ഇല്ലാതെ ഇവിടെ എനിക്ക് അതിശയം തോന്നി. ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 വാക്കൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് എന്താ? ഹല്ലേലൂയ, എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്താൻ, അല്ലെങ്കിൽ എൻ്റെ നാമത്തെ ഹല്ലേലൂയ ലജ്ജിക്കുന്നവരെ ഞാനും എന്ത് ചെയ്യും? അതിപ്പോൾ ഞാൻ വിചാരിക്കും പ്രാർത്ഥനയും കൂടെ ആകുന്നു. യെസ്, പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. ഇവിടെ കർത്താവിൻ്റെ ദാസൻ നിന്ന് ഞാൻ ഇത് നീട്ടിക്കൊണ്ട് പോയതിൻ്റെ കാരണം കുറച്ച് പേരൂടൊക്കെ വരട്ടുന്ന പക്ഷേ ഇന്ന് അധികം പേരൊന്നും വരത്തില്ല. ഇന്ന് പലരും ബാർബിക്യൂവിനും പിക്നിക്കിനും എല്ലാം പോയിരിക്കുന്ന ദിവസമാണ്. അവർക്ക് ദൈവദാസൻ കാവലത്തെ ഇപ്പോൾ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന് ധാരാളം സമയമുണ്ട്. നമ്മളെല്ലാവരും കേൾക്കുവാൻ, പ്രത്യേകിച്ച് പാസ്റ്റർ ജെയിംസ് ജോർജ് കടന്നു വന്ന് പുറത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ പട്ടണത്തിലുള്ള 1000 പേർക്ക് നമ്മുടെ ജെയിംസ് ബ്രദർ ഇമെയിൽ അയച്ചത്. കഴിഞ്ഞ ദിവസം ചിന്തിച്ച വേദഭാഗം ചിന്തയ്ക്കായിട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കുന്നു. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. അവിടെ ദാസിദാസന്മാരെ ശക്തീകരിക്കണമേ. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുകയാണ്. എളിയവനെയും ശക്തീകരിച്ചാണ് ക്രിസ്തുയേശുവിൻ്റെ നസ്തുല്യനാമത്തിൽ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ വരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ വലിയൊരു ദാസൻ ജെയിംസ് പാസ്റ്റർ, എൻ്റെ കൂടെ കർത്തൃവേല ചെയ്യുന്ന എൻ്റെ കൂടെ പാസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ടവർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ പ്രസിദ്ധനായ ദൈവദാസൻ ജെയിംസ് ജോർജ് അവர்கள், കൂടപ്പെട്ടിരിക്കുന്ന മറ്റ് ബഹുമാന്യ കർത്തദാസന്മാർ, ശുശ്രൂഷ പ്രാരംഭത്തിൽ ലീഡ് ചെയ്ത ദൈവദാസൻ, എല്ലാ മാന്യ ദൈവകുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. വീണ്ടും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന ഈ അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിപ്പാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രാരംഭത്തിൽ നമുക്ക് ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടി അല്പസമയങ്ങൾ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ അവസരങ്ങൾ എടുക്കുകയാണ്. ഒരു പഴയ പാട്ടിൻ്റെ ചില ചരണങ്ങൾ ചേർന്ന് കൈകളടിച്ച് ശക്തിയോടെ പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ അല്പസമയങ്ങൾ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപൂജാവാസികളോടെന്നു ചേർന്നിടും. ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപൂജാവാസികളോടെന്നു ചേർന്നിടും. ശോഭനാപുരമതിൽ രാജനോടുകൂടെ ശോഭനാപുരമതിൽ രാജനോടുകൂടെ മോദാൽ വസിക്കാൻ പോകാം നമുക്ക്. മോദാൽ വസിക്കാൻ പോകാം നമുക്ക്.
നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം കരയേറ്റുന്നു. ഈ സന്ധ്യാസമയം ഈ സ്ഥലത്ത് ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന എല്ലാ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ദൈവ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാമത് വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി ആ വേദഭാഗം വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ
അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവം അവസരം തന്നല്ലോ. വീണ്ടും ഇങ്ങനെ ഒരവസരവും കൊണ്ട് ദൈവം ഒരുക്കിയതിനാൽ കർത്താവിന് മഹത്വം. ഇവിടെ 1-2 ഇടങ്ങളിൽ കൺവെൻഷന് വേണ്ടിയാണ് എന്നെ ക്ഷമിച്ച് ഈ രാജ്യത്ത് വീണ്ടും വരുവാനിടയായത്. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ അവിടേക്ക് യാത്ര ചെയ്ത് ആ ശുശ്രൂഷകൾ നിവർത്തിച്ചതിന് ശേഷം നാട്ടിലേക്ക് പോകുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഇങ്ങനെ ഈ സ്ഥലത്തും ഒരു 1-2 ദിവസം യോഗം ക്രമീകരിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം. ദൈവദാസനും സഭയ്ക്കും കർത്തൃനാമത്തിൽ വീണ്ടും നന്ദിയും വന്ദനവും രേഖപ്പെടുത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. മറ്റ് മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരല്പസമയങ്ങൾ വചനത്തിൽ നമുക്ക് ധ്യാനിക്കാം. കർത്താവ് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. സാധാരണ ഈ വീഡിയോ പിടിക്കുമ്പോൾ നല്ല ഉദ്ദേശത്തോടാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നാശം ഒപ്പിക്കുന്നവർ ഒത്തിരി സ്ഥലത്തുണ്ട്. നമ്മൾ നല്ല ഉദ്ദേശത്തോടായി ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശമെല്ലാം നല്ലതാണ്, എന്നാൽ ഇതിനകത്ത് ദുരുദ്ദേശമുള്ള ആൾക്കാരുമുണ്ട്. അപ്പം അത് ചിലർക്ക് ദോഷമായിട്ട് വരുന്നത്. അതുകൊണ്ടായി ദൈവദാസന്മാർ ഇത് പിടിക്കരുതെന്നൊക്കെ ഈ പറയുന്നത്. നല്ല ഉദ്ദേശത്തോടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ഈ രാജ്യത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഉറപ്പിച്ച പോലെ സഹോദരിമാരെ ജോലിക്ക് വിട്ടേച്ചവരെ വെറുതെ ഇരിക്കുക. അവർ നല്ല അറിഞ്ഞ് പണിയുക. പകലും വൈകിട്ടും എല്ലാം അങ്ങ് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ അങ്ങനെയുള്ള ചില സഹോദരന്മാർ എല്ലാവരും അല്ല, ചിലർ വെറുതെ ഇരുന്നേച്ച് ഇതെല്ലാം കുത്തിക്കുറിച്ചെടുത്ത് നാശം ഒപ്പിച്ച് വെക്കുക. പിന്നെ ഇത് പിടിക്കുന്നതുകൊണ്ട് വേറൊരു കുഴപ്പം, യോഗത്തിന് ആൾ വരികയില്ല. അവരവിടെ ഇരുന്ന് അങ്ങ് കേൾക്കുക. അങ്ങനെയൊക്കെ പല കുഴപ്പങ്ങളുണ്ട്, നല്ല കാര്യമുണ്ട്. എന്നിരുന്നാലും ഇനിയിപ്പം നിർത്താൻ ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ നിർത്തണം, അകത്ത് പറയേണ്ട ചില കാര്യമുണ്ട്. ഇത് പിടിക്കുന്നതുകൊണ്ട് ഇപ്പം എല്ലാം പറയാൻ നോക്കുകയില്ല. ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് തീർന്നിരിക്കുക. എനിക്കാണെങ്കിൽ നന്നായിട്ട് മനസ്സ് തെളിഞ്ഞ് ശുശ്രൂഷിക്കണം. സ്തോത്രം. നമ്മൾ ഈ കുറച്ചിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. മുഴുവൻ കേട്ടെങ്കിലേ ശരിയാവുള്ളൂ. അവർ മുഴുവൻ ഇടുകയല്ല. അപ്പം അതുകൊണ്ട് ഗുണമുണ്ട്, അപ്പം തന്നെ ധാരാളം ദോഷമുണ്ട്. ആരുടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വരെയും ആശീർവദിക്കട്ടെ. തോമസ് കിടങ്ങാനിലേതുപോലെ തന്നെ ജെയിംസ് പാസ്റ്റർ എല്ലാവർക്കായിട്ട് സ്തോത്രം. ഉദ്ദേശിച്ച ദൈവദാസനാണോ അത്? അല്ല, ഒരു കാര്യം അദ്ദേഹത്തിന് ആദ്യം ഒരു 10 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ പോൾ ഗംഗാധരൻ, അദ്ദേഹം ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പറയും. എന്നാൽ മലയാളത്തിലും അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ ഒരു ചെറിയ സാക്ഷിയായി നിൽപ്പാൻ ദൈവം സമയം കൊടുത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റച്ചൻ്റെ സഭയിൽ ശുശ്രൂഷിപ്പാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ മേരിക്കുട്ടി അമ്മമ്മ ഉണ്ട്, നമ്മുടെ കുഞ്ഞുമനച്ചാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്നെ അവിടെ ബോസ്റ്റണിൽ നിന്ന് കൊണ്ടുവന്ന പുനസങ്കൽ, പിന്നെ ശാന്തമ്മ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എല്ലാവരും ഉണ്ട്. ചിലർ ആ പേര് അത്ര അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജെയിംസ് ജോർജ് പാസ്റ്റർ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ദി ലോർഡ്. ചിക്കാഗോയിൽ ഉള്ളപ്പോൾ താമസ്കോസി പാസ്റ്ററിനെ കാണാൻ ദൈവം സഹായിച്ചു. ഇത്ര വലിയ ദൈവമക്കളുടെ നടുവിൽ ചെറിയവനായ ഞാൻ ഇവിടെ നിൽപ്പാൻ കർത്താവ് സഹായിച്ചത് കൃപയാൽ ഈ മലയാളം കൊണ്ടാണ്. ഈ മല ആഴം എന്ന് പറഞ്ഞാൽ മല പോലെ ഉയരവും സമുദ്രത്തിൻ്റെ പോലെ ആഴമുള്ള ഒരു ലാംഗ്വേജാണ് ഈ മല ആഴം. ഇത് സായപ്പുമാരാണ് അങ്ങനെ പറയുന്നത്, മല ആഴം. ഈ എന്തൊക്കെ ശബ്ദമുണ്ടോ അറിയത്തില്ല, എനിക്ക് എഴുതാനും പോലും അറിയത്തില്ല. പക്ഷെ ദൈവം ഇങ്ങനെ സംസാരിപ്പാൻ കൃപ തന്നിട്ടുണ്ട്. പിന്നെ മലയാളം വായിക്കാനും കൃപ തന്നിട്ടുണ്ട്. അങ്ങനെ 5 പുസ്തകങ്ങൾ കന്നഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. നിസ്തുലനായ ക്രിസ്തുവും രക്ഷാമാർഗവും എന്നുള്ള പക്ഷേ KG കുര്യൻ എഴുതിയ ഒരു പുസ്തകം, അതിനെ ആദ്യമായിട്ട് 1995 അത് ട്രാൻസ്ലേഷൻ ചെയ്തു.
പിന്നെ അടുത്ത ഒരു ബുക്ക് രക്ഷാപ്രാപിപ്പാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടി വി ജാർജ് എഴുതിയ ഒരു പുസ്തകം, അത് എടുത്ത് കന്നഡത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. പിന്നെ 10 മതപീഠങ്ങൾ, അത് ഫസ്റ്റ് വൈ സെക്കർ എഴുതിയ പുസ്തകമാണ്, അതിനെ കന്നഡത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. അത് ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ എങ്ങനെ മരിച്ചു, എങ്ങനെ രക്തസാക്ഷികളായി ആദ്യത്തെ സഭകൾ, പിന്നെ എങ്ങനെ ദൈവം തൻ്റെ സഭയെ നിർത്തി എന്നുള്ളതിൻ്റെ ഫോക്കസ് എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ ധ്യാനിക്കുവാനും ഈ ചർച്ച് ഹിസ്റ്ററി ഇതൊക്കെ പഠിക്കുവാനും പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ, ചർച്ച് ബൺ ചെയ്തു, പിന്നെ വലിയ ചർച്ചൊക്കെ എടുത്തു, ഒത്തിരി സംഘടനകളുടെ നടുവിൽ എനിക്കത് എല്ലാം അല്പമെന്ന് എണ്ണുവാൻ ദൈവം എനിക്ക് മനസ്സ് കൊടുത്തു. പിന്നെ നമ്മുടെ സ്വദേശം, പിന്നെ ഹെവൻലി സിറ്റി എല്ലാം അവിടെയാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ ഇങ്ങനെ സമർപ്പിച്ചിട്ട് തങ്ങളുടെ ജീവിതം ഒക്കെ ഇങ്ങനെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചിട്ട് ജീവിച്ചു എന്നുള്ള കാര്യം ഓർത്തപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സോ വാട്ട് ഐ വാസ് ഫേസിങ് ഇറ്റ് വാസ് ലുക്സ് ടു മീ ലൈക്ക് സിമ്പിൾ വാട്ട് എവർ. പിന്നെ അടിസ്ഥാന വേദോപദേശവും FSL ലേഖന വ്യാഖ്യാനം പാസ്റ്റർ അബ്രഹാം മാത്യു, പാസ്റ്റർ ഡാലസ് പെന്റിക്കോസ്റ്റൽ ചർച്ചിൻ്റെ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ 2 പുസ്തകം എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം ബാംഗ്ലൂർ പഠിച്ചത്. അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നമ്മുടെ കന്നഡ ആൾക്കാർ സത്യോപദേശത്തിൽ നിൽക്കണമല്ലോ, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ പല ഡിനാമിനേഷൻ പല കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ദൈവാത്മാവ് നമ്മോട് എന്ത് ചെയ്യിക്കുന്നുണ്ടോ അത് ഒന്ന് ആൾക്കാർ നമ്മളെപ്പോലെ ഒന്ന് പഠിച്ച് അനുസരിച്ച് പ്രൈസ് ദി ലോർഡ് അതുപോലെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആ പുസ്തകങ്ങൾ അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തു. പിന്നെ അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ പഠിച്ച് നടക്കുമായിരുന്നു. പിന്നെ ചിലപ്പം ഇവിടെ ആ കന്നഡ ഭാഷ അറിയത്തില്ല ലാംഗ്വേജ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് വൈ ഡോണ്ട് യു റൈറ്റ് ഇൻ ഇംഗ്ലീഷ് സം ബുക്ക്. അപ്പോൾ ഒരു ചെറിയ പുസ്തകം ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ ഇതൊക്കെ ലൈവായിട്ട് പോകുന്നുണ്ട്, അത് നല്ലതാണ്. മീൻസ് നമുക്ക് ആൾക്കാർ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ നേരത്തെ ഈ അന്യ ദൈവങ്ങളെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് ജീവിച്ച നമുക്ക് അതിൻ്റെതായിട്ടുള്ള രൂപങ്ങളൊക്കെ അറിയാം. എൻ്റെ പേര് ഗംഗാധര, അപ്പോൾ ഗംഗയെ തലയിൽ ധരിച്ചവൻ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ പേര്, ഗംഗാധര B. പിന്നെ പോൾ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇട്ട പേരാണ്, ബാപ്റ്റിസം പേര്, പോൾ ഗംഗാധരൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ തലയിൽ ഗംഗയൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല, എന്നിട്ട് ഗംഗാധര എന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ആ കയ്യിൽ പാമ്പും കയ്യിൽ അത് ഇതൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത് കൊന്നു കഴിഞ്ഞ ഒരു വികാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ ക്രൂശിൽ തന്നെ ഏൽപ്പിച്ച് മരിച്ച പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകി തന്ന മരണാധികാരിയായ പിശാചിനെ മരണത്താൽ ജയിച്ചു. ക്രൂശിന്റെ മേൽ ദൈവം 2 Corinthians chapter 5 verse 19 കാണുന്നത് 19 ദൈവം തന്നെ ക്രിസ്തുവിൽ God himself in Christ reconciling us and he gave the word of reconciliation. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാക്കുകൾ വചനം പ്രൈസ് റീകൺസിലിയേഷൻ ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ ആദാം വർഗത്തിൽ നിന്ന് അവരൊക്കെ ദൈവത്തിൽ നിന്ന് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് ഇങ്ങനെ പാവത്തിലും മരണത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്റെ മേൽ തന്റെ ജീവൻ ഏൽപ്പിച്ച പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ച നമ്മെ അകന്നിരുന്ന നമ്മെ പിടിച്ച ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവം തന്നെ ക്രിസ്തുവിൽ. That is the mystery of the church. എഫെസ്യ ലേഖനത്തിൽ പറയുന്നതാ ദൈവസഭയിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവസഭ മർമ്മമായി കിടന്നിരുന്നു. It was a hidden mystery in the hearts of God and revealed on the cross. That's why through cross we have access to heaven. I am the way, the truth and the life. ഇങ്ങനെ സത്യമായിട്ടുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകി തന്ന ആ കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഹേ സോഡ്ലെസ് കിങ്. ഇപ്പം നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് ഒരു വാഴില്ലാത്ത രാജാവ് എന്ന ഉള്ള ഒരു ചെറിയ പുസ്തകം എഴുതാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതുകൊണ്ടും ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സഭയുണ്ട്, ഹോപ്പ് ചർച്ച്. എനിക്ക് 4 പെൺമക്കളും ഒരു മോനും ഒരു വൈഫും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പലർ പറയായിരുന്നല്ലോ. സോ ഐ എം 46 years old. പ്രൈസ് ദി ലോർഡ്. 14ാമത്തെ വയസ്സിലാണ് കർത്താവിനെ രക്ഷിക്കുന്നത്. മരണത്തിൽ നിന്ന് ദൈവനെ രക്ഷിച്ചപ്പോൾ നമ്മൾ എല്ലാവരും അതുവരെ സേവിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളാലും പിന്നെ മെഡിക്കലിനാലും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ വന്ന് ദൈവവചനം പറഞ്ഞപ്പോൾ
ഞാൻ ആ മരണക്കിടക്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അന്നു മുതൽ ഇന്നുവരെ 31 വർഷക്കാലം കൂടുതൽ ദൈവം എന്നെ നടത്തി വരുന്നു. ഹല്ലേലൂയ. ഇത് പറയാതിരിക്കാൻ എങ്ങനെ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയ കർത്താവ് പ്രൈസ് ദി ലോർഡ് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ കഷ്ടമായിരുന്നു. വീട് വിട്ട് പുറത്ത് വരണം 16ാമത്തെ വയസ്സിൽ. ഭയങ്കര അടിയും ഭയങ്കര പ്രശ്നങ്ങളും ആയി. പക്ഷെ എൻ്റെ ഒരു ഡിസിഷൻ ഇതായിരുന്നു, ഇതുവരെയും ഞാൻ സേവിച്ച ദൈവങ്ങളോ ഇതുവരെയും ഞങ്ങൾ എടുത്ത മെഡിസിനോ അതുകൊണ്ട് ഒന്നും എന്നെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഈ കർത്താവ് യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി ജീവൻ തന്നതുകൊണ്ടാണ് ഈ ഉള്ള ജീവിതം എത്ര കാലം എന്നറിയത്തില്ല, അത്ര ദിവസം ഈ കർത്താവിന് വേണ്ടി ജീവിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത ഈ ബൈബിളുമായിട്ട് 2 pairs of cloth എടുത്തിട്ട് എൻ്റെ ഭവനം വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ദൈവം വിശ്വസ്തരായി എന്നെ നടത്തുന്നു. പല സഭകൾ സ്ഥാപിക്കാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴുള്ള സഭ ഹോപ്പ് ചർച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഒരു ചർച്ചിനെ അവിടെ ചന്ദ്രൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ബൺ ചെയ്തു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് അടുത്ത ചർച്ച് ബിൽഡ് ചെയ്യുമ്പോൾ ആരും ബൺ ചെയ്യാൻ പാടില്ല, അതുപോലെ ഒരു ചർച്ച് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യാശ വാക്കുകൾ ഒത്തിരിയുണ്ട്. അത് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം ഞാൻ പ്രസംഗിക്കുന്ന 5 അപ്പം 2 മീൻ 5000 പേർക്ക് കർത്താവ് കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ കരത്തിൽ വരുന്ന സമയം അത് 5 അപ്പം 2 മീനായിരുന്നു. പിന്നെ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ദൈവം തന്നെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവിടെ ദൈവം നമ്മുടെ ഫോക്കസൊക്കെ എല്ലാം താഴോട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടാ നോക്കുന്നത്. പക്ഷേ ദൈവം അവരുടെ എല്ലാ ഫോക്കസും മുകളിലോട്ടാണ്. അബ്രഹാമിനെ കുറിച്ച് അങ്ങനെയാണ് ദൈവം പറഞ്ഞത്, മുകളിലോട്ട് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ നോക്കി ഞാൻ 5000 പേര് പിന്നെ കൂടുതൽ വൈഫ് ചിൽഡ്രനൊക്കെ ഒത്തിരി പേരൊക്കെ കഴിച്ചോളൂ. അപ്പം ദൈവം എന്നോട് പറഞ്ഞത് നിനക്കുള്ളത് കൊടുക്കാൻ പറഞ്ഞു ദൈവം. അപ്പോൾ എനിക്ക് ഫാമിലിയിൽ നിന്ന് ഷെയർ ഒന്നും കൊടുക്കാതെ ഒത്തിരി പ്രശ്നമായിരുന്നു. പക്ഷെ എൻ്റെ ഫാദർ എനിക്ക് ഒത്തിരി പ്രോപ്പർട്ടീസൊക്കെ വിൽ ചെയ്ത് വിട്ടു. പുള്ളി മരിക്കുന്ന മുമ്പ് ഞാൻ അദ്ദേഹത്തോട് സൂക്ഷിച്ച് പറഞ്ഞു. എൻ്റെ ബ്രദേഴ്സൊക്കെ മീശ അത് ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ. പക്ഷെ ഞാൻ സാധു മനുഷ്യനാണ്, പാസ്റ്റർ ചെയ്യുന്ന പോലെ വെള്ളവും എപ്പോഴും ഇടുന്നു, ബൈബിളുമായിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഫാദർ എന്നെ കാണുമ്പോൾ ഹോസ്പിറ്റലൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കി പറയും, അവരൊക്കെ ഡിഫറെൻ്റ് ഇപ്പോൾ എന്നെ കണ്ടാൽ മലയാളി പോലെ ഉണ്ടെന്ന് എല്ലാവരും എന്നെ മലയാളത്തിൽ പറയും. അങ്ങനെ മലയാളവും പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അറിയുന്നവരെ നഴ്സുമാരോടെ എല്ലാം. പിന്നെ എൻ്റെ ഫാദർ എന്നെ നോക്കിയിട്ട് പുള്ളി ഞാൻ പറഞ്ഞു, അപ്പാ ഗ്രാൻഡ് ഫാദർ മരിച്ചോളൂ, ഗ്രാൻഡ് മദർ മരിച്ചോളൂ, ഒരു കാര്യമുണ്ട്, ലോകത്തിലെ എല്ലാ ദൈവങ്ങളാകട്ടെ ഏത് ഗുരുക്കളാകട്ടെ മരിച്ച അവിടെ സെമിറ്ററി ഒക്കെ കാണാം. പക്ഷെ ഒരു സെമിറ്ററി മാത്രം തുറന്നിട്ടുണ്ട്, ടോംബ്. അത് യേശു ക്രിസ്തുവിൻ്റെ ടോംബാണ്. ഇപ്പോഴും ലോകത്തിലുള്ള എല്ലാവരും അവിടെ പോയി നോക്കാനുണ്ട്. ആ കർത്താവിനെ മാത്രം മരണത്തെ ലോകത്തെ ജയിക്കാനുള്ള അധികാരമുണ്ട്, ജയിച്ചിട്ടുണ്ട്, അതൊന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. പുള്ളി അങ്ങനെ അകത്ത് വിശ്വസിച്ചു വിട്ട് അറിയത്തില്ല, സ്ഥാനപ്പെടുത്താൻ സാധിച്ചില്ല, ആരും എടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം മരിക്കുന്ന മുമ്പേ എനിക്ക് വേണ്ടി കുറേ പ്രോപ്പർട്ടി ഇങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടി അവരെടുത്ത് എനിക്ക് കുറച്ചൊക്കെ വിട്ടു. അത് എടുത്തിട്ട് പിന്നെ പറഞ്ഞു അത് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ ശേഷം അതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പേരിൽ വന്നു. പിന്നെ അതിൽ ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ സേൽ ചെയ്തു. പിന്നെ ഒത്തിരി പൈസ വന്നു. പിന്നെ ആ പൈസയിൽ ഇപ്പോൾ ഉള്ള ചർച്ചിൻ്റെ സ്ഥലത്ത് ദൈവം ഇങ്ങനെ പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറഞ്ഞു, അത് ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ആ സ്ഥലത്തിൽ ഒരു ചർച്ച് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി പ്രതികൂലമായിരുന്നു, ചർച്ച് ബിൽഡ് ചെയ്യാൻ എടുത്തില്ല അവിടെ ആൾക്കാർ. പ്രൈസ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാണ് ഹോപ്പ് ചർച്ച് എന്ന പേര് വെച്ച് ബിൽഡ് ചെയ്യുവാനും പ്രൈസ് ദൈവനാമത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഇതുവരെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ സമയം തീർന്നു ഓർക്കുന്നു. പ്രൈസ്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്തുകയാണ്. പ്രൈസ്. ദ ഗുഡ് വർക്ക് ദ ഗാഡ് when we started you he is able. നല്ല കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുള്ള ദൈവം ആരാണ്? സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. നമ്മുടെ ആയുസ് കയ്യിൽ പിടിക്കുന്ന ദൈവമാണ്. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവാണ്. എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ മേലിലോട്ട് പോയി പിന്നെ വരാന്ന് പറഞ്ഞിട്ട് പോയ കർത്താവാണ്. ഏത് രാജാക്കളും എഴുന്നേൽക്കുന്നില്ല കർത്താവിന്റെ മുമ്പിൽ. അവനാണ് രാജാതി രാജാവും കർത്താതി കർത്താവും.
ഈ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ ദൈവം തന്നെ അവർക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വിൽസൺ പാസ്റ്റർ ചെയ്യാൻ വേണ്ടി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽസമയം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ഈ അത്യധികമായിട്ടുള്ള ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല കർത്താവേ. നീ തന്ന ഈ ശക്തിയിൽ കർത്താവേ, ഈ ബലത്തിൽ കർത്താവേ, ഹല്ലേലൂയ, സകല ജാതികളോട് സുവിശേഷം അറിയിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ നീ നൽകി തന്ന അധികാരത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. മരണത്തിലുള്ള പാതാളത്തിലുള്ള സകലവും വണങ്ങുന്ന നാമം യേശുവിന്റെ നാമം കർത്താവേ. ഹല്ലേലൂയ. നിങ്ങളെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേവലം വലയുന്ന കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയാം പരമേശ ഭാഗിമാം ദേവാ ദേവാ പാവനരൂപ ഭാഗിമാം ജീർണമസനത്താൽ ജാതീതനായൊരെന്നെ ജാതീതനായൊരെന്നെ പൂർണ്ണശുഭ്രമമങ്കി തൂർണം ധരിപ്പിച്ചോനെ പാഹിമാം ദേവാ ദേവാ പാവനരൂപ പാഹിമാം ദേവാ ദേവാ നിധിയൻകളത്തിന്മേലോകിയ കരവാളം നിധിയൻകളത്തിന്മേലോകിയ കരവാളം പിതാമാകിയ ഏകത്രാദാവേ ശരണം നീ പാഹിമാം ദേവാ ദേവാ പാവന രൂപ പാഹിമാം ദേവാ ദേവാ മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയാം പരമേശ ഭാഗിമാം ദേവാ ദേവാ പാവനരൂപ ഭാഗിമാം ദേവാ ദേവാ. കർത്താവിന്റെ സംസാരിച്ച ബഹുമാന്യ ദൈവദാസനെ, തന്റെ പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ വേലയിൽ വീണ്ടും വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ് വായിച്ചത്. കഴിഞ്ഞ ആഴ്ച 12 കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. നന്നായി ദൈവവചനം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന അറിവുള്ളവരാണ് ഈ രാത്രിയിൽ സംബന്ധിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകവും. കർത്താവിന് മഹത്വം. അപ്പോൾ നിരവധി പുസ്തകങ്ങൾ കൂടിയ ബൃഹത്തായ മഹൽ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഈ ഒരൊറ്റ പുസ്തകത്തിന് ഈ പേര് ഉണ്ടെന്നുള്ളതാ അതിൻ്റെ ശ്രേഷ്ഠത. വേറെ ഒരൊറ്റ പുസ്തകത്തിനും സത്യം ഒന്നും അതിൻ്റെ മുന്നിൽ കൊടുത്തിട്ടില്ല. ഈ ഒരൊറ്റ പുസ്തകത്തിന് സത്യം. അപ്പം ബാക്കി പുസ്തകം എന്തുവാണ് നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി. പിന്നെ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ സത്യമൊന്നും ചേർക്കുമായിരിക്കും. നമുക്കറിയാം, നമ്മൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരൊറ്റ പുസ്തകമാണ് സത്യപുസ്തകം. ഇതുപോലെ വേറൊരു പുസ്തകം ഉലകത്തിലില്ല. ഈ പുസ്തകം എടുത്തുകൊണ്ട് എവിടെയും ചെല്ലാം. ഈ പുസ്തകം എടുത്തുകൊണ്ടാ എനിക്കിവിടെ വരുവാനിടയായത്. ഈ പുസ്തകം എടുത്തുകൊണ്ടാ നിങ്ങളിൽ പലർക്കും ഇവിടെ വരുവാനിടയായത്. ഈ പുസ്തകം ചെന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. ഇത് ചെന്ന് കയറിയ നാടിനും ദേശത്തിനും, ചെന്ന് കയറിയ വീടിനും, എടുത്തവർക്കും, സന്തതിക്കും, സന്തതികളുടെ സന്താനങ്ങൾക്കും ദോഷമൊന്നും വന്നിട്ടില്ല, വരുത്തുമില്ല. അതുപോലെ ശ്രേഷ്ഠതയുള്ള പുസ്തകമായി പുസ്തകം. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ. 7 ഘട പുസ്തകം എന്നാണ് പഠിപ്പിക്കുന്നത്. ധാരാളം 7 എന്നുള്ള കണക്ക് ഇതിനകത്തുണ്ട്. 7 സഭകള്, 7 നിലവിളക്ക്, അതുപോലെ 7 നക്ഷത്രങ്ങള്, 7 ദൂതന്മാര്, 7 ആത്മാക്കള്, 7 ദീപങ്ങള്,
7 ഇടികൾ, 7 മലകൾ, 7 തലകൾ, 7 ക്രോധകലശങ്ങൾ, 7 കാഹളങ്ങൾ, ഇങ്ങനെ ഏടുകൾ ഈ പുസ്തകത്തിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. 22 അധ്യായമാണ് ഈ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ. നമുക്കറിയാം ഓരോ അധ്യായം വിഭജിച്ച് പഠിക്കുമ്പോൾ ഓരോ വിഷയങ്ങളായിട്ടാണ് പഠിക്കുന്നത്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത, 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തില് 6 കാഹളങ്ങൾ മീട്ടുന്നതായിട്ട് കാണും, കർത്താവിന് മഹത്വം. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരായ 144,000 പേർ അവിടെ കാണും. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും 4 കാഹളങ്ങൾ അവിടെ മീട്ടുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അഴിച്ചുവിടും. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ. 12-ാം അധ്യായം സൂര്യധാരണിയായ സ്ത്രീകൾ. 13-ാം അധ്യായത്തിൽ സമുദ്രത്തിന് കയറി വരുന്ന ഘോരവും ഭയങ്കരമായ മൃഗം. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ 144,000 പേര്. 15-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീടുകൾ പിടിച്ച് വൈദികന്മാർ പളങ്ങുന്നതിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിന് മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് 16 ക്രോധകലശങ്ങൾ ഭൂമിയിൽ കൊണ്ടൊഴിക്കുന്നു. വെളിപ്പാട് 17-ാം അധ്യായം എതിർക്രിസ്തുവിന്റെ മണവാട്ടി, മർമ്മം മഗതിയാം ബാബിലോൺ. വെളിപ്പാട് 18 വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം, 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകും. വെളിപ്പാട് 19-ാം അധ്യായം ദൈവമക്കളുടെ പ്രത്യാശയ കുഞ്ഞാടിന്റെ കല്യാണം. വെളിപ്പാട് 20 അതും പ്രത്യാശയ്ക്ക് ഉറങ്ങുന്ന 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21, 22 അധ്യായം ചേർത്തിട്ട് പഠിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിത്യത. അങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്നത് സാധാരണ. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 1-ാം അധ്യായം നമ്മളെ കഴിഞ്ഞ ദിവസം ഒന്ന് ചിന്തിച്ചല്ലോ. തേജസ്കരിക്കപ്പെട്ടതായ യേശു ക്രിസ്തുവിനെ ഇവിടെ ദർശിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്നു. കർത്തൃ ദിവസത്തിൽ തൻ ആത്മവിവശനായെന്ന കർത്താവിന്റെ മഹത്വം. 9-10 വാക്യം, അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും യേശുവിന്റെ കർത്തൃതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് അതിനെപ്പറ്റി അന്ന് ചിന്തിച്ചത് യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തി. ചരിത്രം നമ്മളന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചല്ലോ. തിളച്ച എണ്ണയ്ക്കകത്തിട്ട് യോഹന്നാനെ വറുത്തു പോരാൻ നോക്കി, സാധിച്ചില്ല. കാരണം തീയുടെ ബലത്തെ കെടുത്തുന്നവൻ എണ്ണയ്ക്കകത്താണ്. അതാ രാജാവ് പറഞ്ഞു, നമ്മള് 3 പുരുഷന്മാരെ ഇട്ടത്, പക്ഷെ 4 പേരാണ് നടക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരാരും നമ്മുടെ കൂടെ നടക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നവരാരും നടക്കത്തുമില്ല. നമ്മൾ വളരെ ഉദ്ദേശിച്ച ഈ രാജ്യത്ത് വന്നത്, പക്ഷെ ഉദ്ദേശിച്ചവരാരും കൂടെ അത് ദൈവത്തിന്റെ ഹിതമാണ്. അനിയത്തിയോടെ വന്നു, എഴുത്തി വന്നു, അല്ലെ ആങ്ങളെ വന്നു, അല്ലെ ഉപ്പാപ്പൻ വന്നു, അല്ലെ കുടുംബക്കാരുണ്ട്, അവരെ വിളിച്ചപ്പോഴെല്ലാം പരിധിക്ക് പുറത്താണ്. ഇവിടെ ഒരു പ്രവണത, വിളിച്ചാൽ ആരും ഫോൺ എടുക്കുകയല്ല. എന്തോ പിന്നെ എന്നാ പറഞ്ഞ മെസ്സേജ്, അതൊരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഫോൺ എടുത്താൽ നല്ലതാ. എടുത്ത ഇഷ്ടമല്ലേ പറഞ്ഞ, എനിക്ക് ഇഷ്ടമല്ല പറയുന്നല്ലേ അല്ലയോ? ഉണ്ടല്ല മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ കിടക്കും, ആമ്പലിന്റെ വള്ളി പോലെ എല്ലാം ആയിട്ട്. എന്നാലും ബിസി ഇല്ലല്ലോ. മനസ്സിലായില്ലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? വരാതിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഉദ്ദേശിക്കുന്നവര് പലരും ചിലപ്പം കണ്ടെന്ന് വരികയല്ല, പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. അപ്പോൾ യോഹന്നാനെ തിളച്ച എണ്ണക്കകത്തിട്ടു. ഒരു കുഴപ്പം വന്നിട്ട് ഇട്ടതിനേക്കാൾ മൂച്ചോടാ വെളിയിലോട്ട് ഇറങ്ങി വന്നത്. ഞാൻ എന്നാലും ഉറപ്പിച്ചല്ലോ, യോഹന്നാൻ ഒത്തിരി നാൾ കൊണ്ട് ഉദ്ദേശിച്ച രാജ്യത്തെ കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം.
കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എണ്ണ മേടിച്ചില്ല. കാരണം എണ്ണ മേടിക്കാൻ കാശൊന്നും ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ഭൗതികമായി വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. ഒന്ന് വായിച്ചൊരു തെളിവിന് നോട്ടം കണ്ടിട്ട് ഞാൻ ഒപ്പിച്ചാന്ന് തോന്നുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ, ബഹുവചനമാണ്, ഏകവചനമല്ല. ഞങ്ങൾ, അപ്പൊ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്കൊക്കെ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ വിശക്കുവാ എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും കൊടുക്കാൻ ആൾക്കാർ സ്വീകരിക്കാനില്ല. എല്ലായിടത്തും ഒന്നും നല്ല സ്വീകരണം അതന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. എല്ലാവരും ചിലപ്പോൾ നമ്മുടെ സ്വീകരിച്ചെന്ന് വരികയല്ല. രാഗരുത്, നീ എല്ലാം അനുഭവിക്കും അങ്ങനൊന്നും പറയരുത്. ദൈവത്തിന്റെ ഓരോ പദ്ധതികളല്ലേ. അപ്പൊ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആശയം സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നും ഇല്ല. ഇപ്പം സ്ഥിരമായിട്ട് വാസമല്ല, സ്ഥിരമായിട്ട് അങ്ങ് വാഴുക. ഈ എഫേസ്യ ലേഖനത്തിലുണ്ടല്ലോ വാഴ്ചകൾ എന്നൊരു പദം. ഇതാണോ വാഴുകല്ലേ? നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വീട് ആവശ്യമാണ്, ഒരു വണ്ടി ആവശ്യമാണ്, കർത്താവിൻ്റെ വരവ് വരെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വസ്ത്രം ആവശ്യമാണ്, അടിസ്ഥാനപരമായ കാര്യം. അതിനൊക്കെ ഒരു പരിമിതി വെക്കുന്നത് നല്ലതാണ്, ഇല്ലയോ? അപ്പനും അമ്മയും മക്കളും കൂടെ ജീവിക്കുന്ന ഇവിടുത്തെ രീതിയല്ല, നാട്ടിൽ വെച്ച് 2 പിള്ളേരും അപ്പനും അമ്മയും. ഒരു അവിടെ അങ്ങേയറ്റം പോയൊരു 4 ബെഡ്റൂം. അപ്പനും അമ്മയ്ക്ക് വന്ന് മക്കൾക്ക് 2 പേർക്ക് പോരെന്ന്. അപ്പം 1 1 2 1 3. വലിയ ഗസ്റ്റോ ദൈവദാസന്മാരോ ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ ഗസ്റ്റ് വന്നാൽ അത് ന്യായമാണ്. ഇത് ആർഭാടം തൂർത്തടിക്ക് ഇങ്ങനെ അങ്ങ് പണിതിടുക, താമസിക്കാനും ആളില്ലെന്നുള്ളതാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ 9 ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു KSRTC സ്റ്റാൻഡാണോ എന്ന് ചോദിച്ചു. സാധാരണ അങ്ങനെയൊക്കെ കാണാറുണ്ട് അവിടെ ധാരാളം. നാട്ടിലെ രീതി വെച്ചായി പറയുന്നത്. ഒത്തിരി ദൂർത്തടിക്കുന്ന ആൾക്കാർ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ വരവ് വരെ അടിസ്ഥാനപരമായ കാര്യം. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ കല്യാണത്തിനൊക്കെ ഒന്ന് പോയി എന്തോ ആർഭാടം, എന്തോ ദൂർത്തടിയോ. ഓരോരുത്തരുടെ ഈ എന്തുവാ സ്റ്റാൻഡേർഡ് അനുസരിച്ചാ. തീന്മേശയൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ ശ്രദ്ധിക്കണം. നാട്ടിലെ രീതി എനിക്ക് ഇവിടുത്തെ അറിയത്തില്ല. 8 10 പേര്, 8 പേര് ഇരിക്കേണ്ട ടേബിളാണ്, 8 കസേര, 3 3 6 8 കസേര. ആ ഷട്ടർ പോകുമ്പോൾ ഇടിച്ചൊരു കയറ്റമൊക്കെ ഉണ്ട്. ഈ 8 പേര് ഇരിക്കേണ്ട അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. 8 പേര് ഇരിക്കേണ്ടത് ചിലപ്പം 5 പേരും 6 പേരുമേ ഇരിക്കുകയുള്ളൂ, അല്ലെ 4 പേര്. ബാക്കി അവിടെ കസേര കിടക്കുക. അപ്പോൾ ഈ വെക്കുന്ന ഭക്ഷണം എല്ലാം ഒത്തിരി വേസ്റ്റ് ആക്കി കളയുന്നു. ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. നാട്ടിലെ ഒരു കീഴ്വഴക്കവും രീതി അനുസരിച്ച് ലിഖിതമായ പ്രമാണം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജെയിംസ് പാസ്റ്റർക്കൊക്കെ കുറച്ചുകൂടെ അറിയാം. നമ്മൾ വിളിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും. അതൊരു കീഴ്വഴക്കം, ഒരു നല്ല നടത്തിപ്പാണ്. ഇത് പക്ഷെ ഒത്തിരി ദൂർത്തടിക്കുന്നു. ഒരു തീന്മേശ തന്നെ ഏതെല്ലാം തരത്തിലെ വിഭവങ്ങളാണ്. മീൻ തന്നെ പലത്, ബീഫ് തന്നെ പല രീതിയിൽ, ചിക്കൻ തന്നെ പല രൂപത്തിലും ഭാവത്തിലും. ഓരോന്ന് നിങ്ങൾ വേറെ പുസ്തകം ആമോസിന്റെ പ്രവചനമൊക്കെ എടുക്കണം. ഒരു തീന്മേശയിൽ മാംസാകാരം തന്നെ പല വിധത്തിൽ വന്നാൽ അതിൽ പാപമായിട്ടാണ് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. പുസ്തകം വായിക്കുകയല്ലോ. ഞാൻ നിങ്ങളും എല്ലാം കുറ്റക്കാരാ. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് പോലെ ഒരു തീന്മേശയിൽ ഓരോരുത്തരുടെ ക്രെഡിറ്റ് അനുസരിച്ചാ എന്തെല്ലാം സാധനങ്ങളാ. തെറ്റാ. ധാരാളം പ്രവാചകന്മാർ ഇപ്പോൾ ഉണ്ട്. ഇതിനെപ്പറ്റി ഒന്നും അങ്ങനെ അധികം പറയുന്നില്ലല്ലോ. പ്രവാചകന്മാർ എന്ന് പറഞ്ഞു ദൈവം തന്റെ ദാസനെ അനുഗ്രഹിച്ചു, ജാതികളുടെ മധ്യത്തിൽ ദൈവം തന്റെ ദാസനെ ഉയർത്തി.
നമ്മൾ ഉടനെ അങ്ങ് ഞെളിയുക. തെറ്റായത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭക്ഷണം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, പാർപ്പിടം ആവശ്യമാണ്, ഇന്നത്തെ രീതി അനുസരിച്ച് വാഹനം ആവശ്യമാണ്. അതിനെല്ലാം ഒരു പരിമിതി വെക്കുന്ന നല്ലതാണ്. കണ്ടമാനം ദൂർത്തടിക്കുന്നു. വസ്ത്രം ആവശ്യമാണ്, നമുക്ക് ലജ മാറാൻ യോഗ്യമായി ഇന്ന വസ്ത്രം വേണമെന്നൊരു ലിഖിതമായ പ്രമാണമൊന്നും വേറെ ദിവസത്തിലില്ല. യോഗ്യമായിരിക്കണം. ഞാൻ പറയാറുണ്ട്, പാനിട്ട് ഇൻ ചെയ്യുന്ന പാവമൊന്നുമല്ല. കാരണം നാട്ടിലെ ഇൻ ചെയ്യരുതെന്ന് പറഞ്ഞ പുള്ളിക്കാർ ഇവിടെ വന്ന് ഇൻ ചെയ്തതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. പാനിട്ട് ഇൻ ചെയ്തവരെ യോഗത്തിന് വന്നപ്പോൾ അത് ഷർട്ടെടുത്ത് വെളിയിലിടൂ എന്ന് പറഞ്ഞ് പല വിശുദ്ധന്മാരും മനസ്സിലാകുന്നില്ലായിരിക്കും. ചിലർക്ക് മനസ്സിലായി. സ്തോത്രം. പാൻറ്റിൻ ചെയ്യുന്ന പാവമാണ് ഞാൻ പറയത്തില്ല. പക്ഷെ ഇറുകിപ്പറ്റിയ പാൻറ്റും ഒക്കെ ഇട്ട് ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത് യോഗ്യമല്ല. ഇതൊരു ആത്മീയ ശുശ്രൂഷയല്ലേ. അപ്പൊ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് ലിഖിതമായ ഒരു പ്രമാണം. പിന്നെ വേറെ പഴയ ചില വാക്യങ്ങളുണ്ട്. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും, സ്ത്രീയുടെ വസ്ത്രം അത് നിങ്ങൾക്ക് പറയാം. ഇപ്പം പുരുഷൻ ഏതാ സ്ത്രീ ഏതാണെന്നും കണ്ട പാസ്റ്റർമാരും ചിലത്തെ അറിയത്തില്ലല്ലോ. ചില യോഗത്തിനൊക്കെ ചെന്ന നാട്ടിലെ ഇവിടുത്തെ അറിയത്തില്ല. ഈ കേറ്ററിംഗുകാർ നിൽക്കുമ്പോൾ ആ പാസ്റ്റർമാർ വരുന്നത് ഈ ഷർട്ട് ഇട്ടച്ചിന്റെ മേളിലൊരിതുണ്ട്. എന്നെന്തുവാന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പം അടുത്തിരുന്നൊരു അച്ഛൻ പറഞ്ഞു, മോനെ ഇച്ചിരി കാച്ചിയം ഒരുങ്ങി കൊണ്ടുവരാൻ. അപ്പം പുള്ളി തിരിഞ്ഞപ്പം പാസ്റ്ററാ. ഈ കേറ്ററിംഗുകാർ പിള്ളേരാരാണ്ടെന്ന് ഓർത്തായി അപ്പം പറഞ്ഞത് പിന്നെ ഇച്ചിരി കാച്ചിയം ഒരു തരാൻ. അപ്പം ഇങ്ങനെ തോണ്ടിയപ്പം ഒന്ന് ആ പാസ്റ്ററായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം പാസ്റ്റർ ഏതാ, വിശ്വാസി ഏതാ, ഇടയൻ ഏതാ, ഇതൊന്നും ഇപ്പം അറിയത്തില്ല. വല്ലാത്തൊരു ലോകം, വല്ലാത്ത അന്തരീക്ഷത്തിൽ വന്നിരിക്കുക. അവിടെ ഇടയ്ക്ക് ഞാൻ ഇത്ര സൂചിപ്പിച്ചെന്നുള്ള നമ്മുടെ വിഷയത്തോടൊന്ന് ചേർന്ന് വരാം. അപ്പൊ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. പക്ഷെ ആത്മിക ശുശ്രൂഷകളെല്ലാം ശോഭിച്ചാണ്. കാശും പുത്തനും ഒന്നും അധികമില്ലെങ്കിലും ശുശ്രൂഷ കേമമായിരുന്നു. വരുന്ന രോഗികളെല്ലാം സൗഖ്യമാകും. പത്രോസിന്റെ നെടിലൊക്കെ തട്ടിയാൽ അന്നേരം രോഗി സൗഖ്യമാകാം. നമുക്കറിയാം, ഉത്തരീയ റൂമാലുമൊക്കെ എടുത്തിട്ട് ഒരിടമേ കൊണ്ടിട്ടാൽ അന്നേരം സൗഖ്യം. പക്ഷേ ഭൗതികമായിട്ട് വലിയ മെച്ചമില്ല. മുമ്പ് യുവനാസം പറഞ്ഞതുപോലെ മരിക്കാറായ സമയത്ത് എനിക്ക് ആകെ ഉള്ളത് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിക്ക് തോന്നും. പൗലോസിനെ പറ്റിയൊക്കെ എനിക്കറിയാം, അത്ര അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാം. കപ്പലുമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കപ്പലുടമസ്ഥൻ്റെ മകനായിരുന്നെന്നും ഏതാണ്ട് ശരിയാ. കാരണം കപ്പൽ യാത്രയെ പറ്റിയൊക്കെ നല്ല തിട്ടമാണ്. നമ്മളിതിലെ പോയാൽ ഇന്ന അവിടെ ഈശാനമൂലം അപ്പുറം ഇത്ര ആഴമുണ്ട്, നല്ല തിട്ടമാണ്. അതിൻ്റെ മറ പറ്റി നമുക്ക് ഓടണം. തുടങ്ങിയപ്പോഴേ പറഞ്ഞ് നമ്മളിപ്പോൾ പോയാൽ ശരിയാകരുന്ന് പറഞ്ഞതും. പക്ഷേ കപ്പലുടമസ്ഥൻ്റെ മാലുവിടെ മകൻ അഭാവമൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അറിയാം. പൗലോസ് പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പം കപ്പലുമൊക്കെ ഉണ്ടായിരുന്നെന്നാ. അപ്പോൾ ഈ ശുശ്രൂഷ ആരംഭിച്ച സമയത്തൊക്കെ കപ്പലിലായി തുടങ്ങിയത്. ഒടുവിൽ ശുശ്രൂഷ അവസാനിച്ചപ്പോൾ പുതപ്പയിലാണ് നിർത്തിയത്. ഇതിനാറായപ്പോൾ പുതപ്പ്. നമ്മൾ പുതപ്പയിലാണ് തുടങ്ങിയത്. ഇപ്പം കപ്പലായില്ല, ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്നു. ദൈവം അനുവദിച്ചാൽ ചിലപ്പം നേരത്തെ മാച്ച് പറഞ്ഞത് ചില പടത്തിൽ ഞാനൊരു ട്രങ്ക് എന്നാ പണ്ട് പറഞ്ഞത്. ഒരു ട്രങ്കുമായിട്ട് ഞാൻ ഇറങ്ങി. ഇപ്പം എവിടെയെല്ലാം ട്രങ്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കഴിഞ്ഞ 10-40 കൊല്ലം കൊണ്ട് ട്രങ്കിന്റെ കമ്പനി വരെ തുടങ്ങാൻ ദൈവം. വെളിപ്പാടില് ഇങ്ങനെയുള്ളവരെ പറ്റി ഒരു വാക്യമുണ്ട്, ഞാൻ സമ്പന്നൻ ധനവാൻ എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞേച്ച് അരിഷ്ടനും ഉരുടനും അതാണുള്ള ഭാഗങ്ങൾ വായിക്കണം. നമ്മളും ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയല്ലേ. ഇറങ്ങിയപ്പോൾ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഇപ്പം സന്തോഷ് മാധവൻ വരെ തോറ്റു പോകുന്ന രീതിയിലായി. സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വലിയ ഭൂമി കച്ചവടം നടത്തിയ ആളാണ്. ദൈവം തരുന്നെന്നാ പറയുന്നത്. ആട്ടെ, ഞാൻ എതിർക്കുന്നില്ല. അപ്പൊ പൗലോസ് കപ്പലിലൊക്കെ ആരംഭിച്ചത് ഒടുവിൽ പുറപ്പെ കൊണ്ട് നിർത്തി. മരിക്കാറായ സമയം തനിക്ക് തൊട്ടമായിരുന്നെന്നാ. കാരാഗ്രഹത്തിൽ കിടന്നപ്പം ഒരു ചരിത്രം പറയുന്നത് തന്നെ കൊല്ലേണ്ട റോമാപൗരനായതുകൊണ്ട് മറ്റു രീതിയിൽ കൊല്ലാനൊക്കെ വാളുകൊണ്ട് വെട്ടിക്കൊന്നാണ്.
അപ്പം ഈ തന്നെ പെട്ടേണ്ട വാടൊരു പടയാളി എന്നും രാവിലെ കൊണ്ട് ഇങ്ങനെ രാഗുന്ന ശബ്ദം പൗലോസ് അകത്ത് കിടന്ന് കേട്ടെന്നൊക്കെയാണ്. അപ്പം അത് കേട്ടേച്ച് പുള്ളി ഉടനെ എഴുതി, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അടുത്തേച്ച് താഴോട്ട് എഴുതിയത് ആർക്കും ദോഷമുള്ള വാക്കല്ല, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം നമ്മൾ എഴുതും. എൻ്റെ നിര്യാണകാലം എടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യണം, എടുത്ത 2 ദിവസമായിട്ട് ബാള് വന്ന് ഇവിടെ തേക്കുന്നുണ്ട്, നിങ്ങൾ അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവന് ദൈവം സന്ദർശിക്കണം, അവന് സ്വസ്ഥത കൊടുക്കരുത്. യഹോവയുടെ ദൂതനിറങ്ങി അവനെ ദണ്ഡിപ്പിച്ച് നമ്മൾ നല്ല കൊള്ളിച്ചെഴുതും. പൗലോസേ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസവും കാത്തു. അപ്പൊ ഈ മരിക്കാനായ സമയം നല്ല തീട്ടമാണ്, പക്ഷെ യാതൊരു നിരാശയില്ലായിരുന്നു. താനെ വിശ്വാസത്തിൽ പലരെ ജനിപ്പിച്ചു. അതില് ജനിപ്പിച്ച തിമത്തിയോസിനോട് പൗലോസ് മരിക്കാറായ സമയത്ത്, അതേ സമയത്ത് തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞത് ഇങ്ങനെ, അല്ലയോ തിമത്തിയോസേ, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാനാണ്, നീയും എന്നോട് കൂടെ. ഇന്നത്തെ പൗലോസ് ആണെങ്കിൽ പറയും, തിമത്തിയോസേ, ഞാൻ 30 കൊല്ലം കൊണ്ട് വേല ചെയ്ത് എനിക്കൊന്നും ഉണ്ടാക്കാനൊത്തില്ല, നിനക്കും ആ ഗതി. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അബദ്ധമായിരുന്നു, ഒരു പുതപ്പേ ഇപ്പോൾ ഉള്ളൂ, അതുകൊണ്ട് എനിക്കും അങ്ങനെ സംഭവിച്ചു, നിനക്കെങ്കിലും ആ ഗതി വരും. അതുകൊണ്ട് നീ ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചോണം. നന്നായി അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ. എന്നോട് പറഞ്ഞു, അനീഷ എപ്പോഴും ഒന്നും അവസരം കിട്ടുകയില്ല, അപ്പം കിട്ടുന്ന അവസരം നമ്മൾ എല്ലാ കാര്യമൊന്നും എല്ലായിടത്തും പറയുകയൊന്നും വേണ്ട, ആൾക്കാരുടെ പൾസ് അറിഞ്ഞ് വേണം നമ്മൾ. ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ആശുപത്രിയില്ല പൾസ്, ഇത് ആത്മീക ശുശ്രൂഷയല്ലേ. എന്നോട് പറഞ്ഞതാ, എപ്പോഴും ഒന്നും ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടുകയില്ല. അപ്പം നമ്മൾ കിട്ടുന്ന അവസരം പരമാവധി അവനെ വഹിച്ചോണമെന്ന് എനിക്ക് ഹൃദയം തുറന്ന് പറയും. ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല. സ്തോത്രം. നാളെ അങ്ങനെ തോന്നരുതെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് യാതൊരു നിരാശയില്ല. പൗലോസ് മരിക്കാറായ സമയത്ത് പറഞ്ഞത്, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കണം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി. സ്തോത്രം. അപ്പൊ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായി വലിയ മെച്ചമില്ല, പക്ഷെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു ശോഭിച്ചു. അപ്പൊ ഈ നാളിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. അപ്പൊ അങ്ങനെ യോഗന് ഒത്തിരി നാളെ കൊണ്ട് ഓർത്താ കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം, പക്ഷെ മേടിക്കാൻ കാശില്ല. നല്ല ആഗ്രഹത്തിൽ ദൈവം നിവർത്തിക്കും. അല്പം കാച്ചെണ്ണയ്ക്ക് ആഗ്രഹിച്ചെങ്കിലും ദൈവം കൊടുത്തപ്പോൾ ഒരു ചെമ്പ് നിറച്ച് കാച്ചിയും കിട്ടും. പക്ഷെ പുള്ളി മറത്തു പോരാന്ന് ഉദ്ദേശിച്ച ഇട്ടതെങ്കിലും പുള്ളി എൻ്റെ ഭാഷ പറഞ്ഞ് ഇട്ടതിനേക്കാൾ മൂച്ചോടെ വെളിയിലോട്ട് വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇങ്ങനൊന്നും വിട്ടാൽ ചാകുകയല്ല. അവര് ഒരു ചരിത്രം, ഒരു പടക് കൊണ്ടുവന്ന് ഈ പടകിൽ യോഹന്നാനെ പിടിച്ച് കെട്ടിക്കിടത്തി തീരത്ത് കൊണ്ടുവന്നിച്ച് പടക് തള്ളിവിട്ടെന്ന പോയ പോക്കിന് ഒരാളൊരു കുന്തം കൊണ്ട് കുത്തിയെന്നൊക്കെയ ഒരു ചരിത്രത്തില്. അപ്പൊ അതിന്റെ അർത്ഥം, വെള്ളം ഈ കിഴുത്തക്കകത്തോട് ഊട്ടക്കകത്തോട് അകത്ത് കയറി വള്ളത്തിനകത്ത് കയറി വെള്ളം കുടിച്ച് ഉപദേശിയാകുമെന്ന്. പക്ഷെ യോഹന്നാനെ വള്ളവും വെള്ളവും ഒന്നും വിഷയമല്ല. കാരണം താൻ സേവിക്കുന്ന കർത്താവ് കടലിന്റെ മീതെ നടന്നു വന്നവനാ, വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവനാ. കണ്ടതിന്റെ നല്ല ശുശ്രൂഷകൻ ആരംഭം തന്നെ വെള്ളത്തിൽ കൂടെ അത്ഭുതം ചെയ്താണല്ലോ കാനാവിലെ കല്യാണ വീട്. അപ്പൊ ഇതിലെ യോഹന്നാൻ അറിയാവുന്നത് കൊണ്ട് യോഹന്നാന് വെള്ളവും വെള്ളവും ഒന്നും വിഷയമല്ല. എന്തിനേറെ കാറ്റ് ദിശ മാറിയിടിച്ച് പത്മോസിൽ കൊണ്ടുവന്ന ഓടിച്ചു പോകാം. പത്മോസിൽ വന്ന യോഹന്നാൻ നമ്മിങ്ങനെ വായിക്കുന്നു, കർത്തു ദിവസത്തിൽ ആത്മവിവശനായെന്ന. കർത്തു ദിവസത്തിൽ ആത്മവിവശനായി. അപ്പോൾ ആത്മവിവശനായി കർത്താവ് എന്നോട് പറയാം, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതിര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാരണത്തിനൊത്തൊരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. അപ്പൊ ആത്മാവിന്റെ വിവശത, ഞാൻ വിവശതയ്ക്കൊന്നും എതിരല്ല. ആത്മവിവശത ഉണ്ടാകാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം ചെയ്യുന്ന രീതിയും കാണുന്ന ഒന്നുമല്ല. ആത്മാവിന്റെ വിവശത വന്നാൽ ഓർക്കും, കാണും, കേൾക്കും, അറിയും, മനസ്സിലാക്കും, എഴുതും. നാടൻ ഭാഷ പറഞ്ഞ നല്ല സുബോധമുണ്ട്. ഇപ്പം വിവശതപ്പെട്ട യാതൊരു ബോധമില്ലാതെ കിടക്കുക. വിവശതയല്ല, അവശതയാ. അവസാനം ചിലതിനൊക്കെ എടുത്തോണ്ടാ പോകുന്നത്.
ആത്മാവിൽ നേരെ നിൽക്കുന്നതെല്ലാം തള്ളി താഴോട്ടിടുക. യോഹന്നാൻ ആത്മാവിൽ വിവശതയുണ്ടായി, നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതി 7 സഭയ്ക്ക് എഴുതുക എന്ന് കാലത്തൊരു ശബ്ദം, ഒരു നാദം തന്റെ പുറകിൽ കേട്ടു. അടുത്ത 13-ാം വാക്യം വായിച്ചേ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ, നാദം കേൾക്കുക ചെയ്യണ്ട, പക്ഷെ യോഹന്നാൻ കാണാനറിഞ്ഞ. കാരണം ഈ നാദത്തിന്റെ പ്രത്യേകത കാണാൻ പറ്റുന്ന നാദമാണ്, കാണാൻ കൊള്ളാവുന്ന നാദമാണ്, കാണാൻ ശ്രേഷ്ഠതയുള്ള നാദമാണ്. ഈ നാദം എന്നു കാണാൻ താൻ തിരിഞ്ഞു. അടുത്ത വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ക് ധരിച്ച് യേശു ക്രിസ്തുവിനെ താൻ ദർശിക്കുക. കർത്താവിന്റെ മഹത്വം. അപ്പൊ ഈ നാദത്തിന്റെ പ്രത്യേകത കാണാൻ പറ്റുന്ന, കാണാൻ കൊള്ളാവുന്ന, ശ്രേഷ്ഠതയുള്ള, മഹിമയുള്ള നാദം. അത് കർത്താവാകുന്ന ക്രിസ്തു. ഈ നാദത്തിന് ആദിനാദം, ആദി ശബ്ദം എന്നൊക്കെ പറയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ നാദമാ ഉണ്ടാകട്ടെ, ആ ശബ്ദം, ആദി ശബ്ദം, ആദിനാദം. ഹൈന്ദവ സ്നേഹിതന്മാരൊക്കെ പറയും ഈ ഓംകാരം എന്നൊക്കെ പറയും. ആദി ശബ്ദമാണ് ഓംകാരം. പണ്ട് അമ്പലത്തിലൊക്കെ പോയ സമയത്തൊക്കെ നാമം ജപിക്കാറുണ്ട്. ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപകരി നാരായണായ നമ. ഇതായി പിടിക്കരുതെന്ന് പറഞ്ഞ ആൾക്കാർ ഇത് മാത്രം എടുത്തിട്ടേച്ച് പറയാൻ ഇപ്പം സുവിശേഷം ഒന്നുമല്ല പറഞ്ഞ നാമം ചൊല്ലി. കാരണം ഒത്തിരി അവന്മാരിപ്പോണ്ട്. ഇത് മാത്രം എടുത്തിട്ട് പറയാം അല്ലിപ്പം സുവിശേഷം ഒന്നുമല്ല പറഞ്ഞ നാമം ചൊല്ലി അടക്കാണ്ട് പറയും. ഇവിടെ ന്യൂയോർക്ക് ഹെബ്രോൻ അസംബ്ലി ചെന്ന് നാമം ചൊല്ലി വെച്ച് പോയെന്ന് പറയും. ഇതിന്റെ ഫോട്ടോയും വിടും, പാസ്റ്റർ ഫോട്ടോയും കൂടെ ഇടും. പുള്ളിയാണ് ഈ നാമം ചൊല്ലുന്നവരെയല്ല നാശോപ്പിച്ചു. ഇനി പോപ്പിക്കട്ടല്ലാതെ ഇപ്പൊ എന്നായി. അപ്പൊ ആര് ശബ്ദം, ആര് നാദം, അതാ ഓംകാരം. ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽബതം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ നമ. അർത്ഥമാക്കുന്ന ഇപ്പം വ്യാഖ്യാനിക്കുന്നില്ല. ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കണ്ട അളവിൽ ഉണ്ടായൊരുണ്ടൽ, അത് മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരണം. എപ്പിസോഡ് ലേഖനമൊക്കെ എടുക്കണം. ആ സ്വർഗത്തിൽ മുമ്പുണ്ടായിരുന്നത് പോലെ പിന്നെ ആക്കി തീർക്കുമെന്ന. ഏതായാലും ഈ ശബ്ദം, ഈ നാദം, ഈ സ്വരൂപം കർത്താവാകുന്ന യേശു ക്രിസ്തു തിരിഞ്ഞപ്പോൾ കണ്ട രൂപം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം അങ്ങ് വിടാം. താൻ തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് 7 നിലവിളക്കിന്റെ നടുവിൽ നിലയൊക്കെ ധരിച്ച് മാറത്ത് പൊൻകച്ചി കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ. അടുത്ത വാക്യം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം. നാടൻ ഭാഷ പറഞ്ഞ തിരിഞ്ഞപ്പം വെളുത്ത തലമുടിയുള്ള ഒരാള്. നാടൻ ഭാഷ പറഞ്ഞ ഒരു മുതുക്കനിരിക്കുന്നല്ല അതിന്റെ അർത്ഥം. തല നരച്ചൊരു അവൻ നിത്യനാന്നുള്ളതാണ്. സ്തോത്രം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അനാദിയായി ശാശ്വതമായുള്ളവൻ, അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ, സകലത്തിന്റെ കാരണഭൂതൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തെ നിർമ്മിച്ചവൻ. അതാണ് നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു. അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊന്തി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു നിത്യനായ ദൈവമാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്, ഒന്നോടൊന്ന് ചൊല്ലുക. സാറ് ചൊല്ലിയതാ, സകല ലോകങ്ങൾക്കുമാധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രതലിവൻ, സകല ദേവവൃന്ദ വർദ്ധിത പദാഭുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് 14 ലോകമുണ്ടെന്ന്. 7 14 ഉലകം. എത്രയിലും ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. 14 24 എത്രയാണെങ്കിലും ഞാനും അങ്ങ് യോജിക്കുക. എത്രയുണ്ടെങ്കിലുമുള്ള സാറിന്റെ ഭാഷ്യം, സകല ലോകങ്ങൾക്കുമാധികാരണം ഇവൻ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവായി. വെളിപ്പാട് 4:11 വായിക്കുന്നത്, കർത്താവ് നീ സർവവും സൃഷ്ടിച്ചവനെന്ന. ഈ കാണുന്ന സകല ജരാചരങ്ങളെ, അണ്ടകടകത്ത്, ബ്രഹ്മാണ്ട കൂടിനകത്ത്, സകല ഭൂജനകേന്ദ്ര വസ്തുക്കളെ സകലത്തെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഈ ആയുസിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. ഇതിനപ്പുറം ഒരു ഭാഗ്യവുമില്ല. യേശുവിനെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ, കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, കർത്താവിന്റെ പൈതലായി തരുവാൻ നമുക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യം.
ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പറയാം, എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. ഇല്ല. നാളൊരു തള്ള പറഞ്ഞ് എന്തോ ടെൻഷൻ പെടാനാ, വേറെ ദിവസം എടുത്തോണ്ട് ഇങ്ങനെ ഗുളിയും കഴിഞ്ഞ് പോയാൽ പോരായിരുന്നു എന്നോട് പറഞ്ഞ. ഞാൻ തള്ളെ നോക്കിക്കൊണ്ട് സംസാരിക്കണം. ഞാൻ നിങ്ങൾ എല്ലാവരും കയറി കൊത്തുമ്പോൾ എന്നെ കയറി കൊത്തരുതെന്ന് പറഞ്ഞു. അവർക്കത് പറയേണ്ട വല്ല കാര്യമുണ്ട്. പിന്നെ ഞാൻ അവർക്കൊക്കെ ചെന്ന് ചില കാര്യം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. നിങ്ങളിൽ പലരും അനുഭവിക്കുന്നതിലും പ്രശ്നങ്ങളിൽ കൂടി പോകുന്ന ആളാണ് ഞാൻ. വിഷയങ്ങൾ ടെൻഷനൊന്നുമില്ല. ഇത് നോവാക്കുക എന്ന് 1-2 കാര്യം പറയാം. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും അനേകരുടെ കഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. പ്രൈസ്തലോ, ഞാൻ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. കർത്താവിന്റെ മഹത്വം. എനിക്ക് യാതൊരു ടെൻഷനില്ല. അതിന്റെ കാരണം ഞാൻ ചോദിച്ചാൽ എന്റെ ഭാരമെല്ലാം കർത്താവ് വായിക്കുന്നു. ഞാൻ ഇന്നലെ ഇവിടെ അങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ നമുക്ക് ടെൻഷൻ? നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച ഒരു ടെൻഷനും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ശ്വാസം വിടുന്നു, എന്ത് ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് അതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ ടെൻഷൻ. എത്രയോ പേര് ശ്വാസം കിട്ടാതെ കൃത്രിമ ശ്വാസം വെച്ചു ഹോസ്പിറ്റലിലും വീടുകളിലും ഒക്കെ അതൊക്കെ നമുക്ക് എന്ത് ഫ്രീയാ? അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ. അതൊന്നും ചിന്തിക്കുകയല്ലോ. നമ്മളിപ്പം വണ്ടിയിലാണെങ്കിലും നടന്നാണെങ്കിലും കാറിലാണെങ്കിലും ഇവിടെ വന്ന് കയറി വന്ന് ഇരുന്ന് വചനം കേൾക്കുന്നല്ലോ. അനേകം എത്രയോ പേര് കട്ടിലേക്ക് കിടക്കുന്ന അനങ്ങാൻ പാടില്ല. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് വിടുതലാ. അവരെ ദൈവം സൗഖ്യമാക്കട്ടെ. അനേകര് ഭക്ഷണം എഴുന്നേറ്റ് കഴിക്കാൻ പാടില്ലാതെ കിടക്കയിൽ ലിക്വിഡായിട്ടൊക്കെ കൊടുക്കുക. നമുക്ക് കൈകൊണ്ട് വാരി കഴിക്കാനും ഒക്കെ ദൈവം എന്ത് ഭാഗ്യമാകും. തലമുറയില്ലാത്ത അനേകരുണ്ട്. ദൈവം നമുക്ക് തലമുറയെ തന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. അതെ, അവ തിരിഞ്ഞപ്പോൾ കണ്ട രൂപം കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മഹിമയുള്ള രൂപം. ഞാൻ പറയാറുണ്ട്, കാണാൻ കൊള്ളാവുന്ന രൂപമാണ് ക്രിസ്തുവിന്റെ. നോക്കിയാൽ കണ്ടു പറയ്ക്കില്ല, അതുപോലെ തേജസ്സാ. ചിലരെ കണ്ടാൽ നമുക്ക് പേടി വരും. വഴിയിലുള്ളിരിപ്പം വായിക്കാത്തൊരു ബൾബും ഒക്കെ കണ്ട 5-ാം വന്ന് ചത്തുപോകും. ചിലരെ കണ്ടാലേ അർദ്ധരാത്രിയില്ല കാണുന്നെങ്കിൽ സൂക്ഷിച്ച പനിക്കും. ആ നോട്ടോ ഇരിപ്പൊക്കെ കണ്ട. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറയ്ക്കുകയല്ല. അതിലോ നമ്മൾ വായിക്കുന്നത്, പള്ളിയിൽ ഇരുന്ന എല്ലാവരുടെയും കണ്ണ് കാണാൻ സൗന്ദര്യമുള്ള രൂപം. ഇതുപോലെ സൗന്ദര്യമുള്ള മഹിമയുള്ള തേജസ്സുള്ള ആമൻ സ്തോത്രം വേറെ ഒരുവൻ ഇല്ലെന്നുള്ളതാണ്. പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപത്തില്ലാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അവൻ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറക്കുകയില്ല. അതുപോലെ സൗന്ദര്യം. ഞാനെപ്പോഴും പറയും, പേരിശ്ശേരി മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഈ തുമിയൂരെ മാത്തുച്ചാൻ്റെ ഒക്കെ ഫാദർ പേരിശ്ശേരി മത്തായിച്ചൻ. അപ്പം എൻ്റെ ഭാഷ ഞാൻ പറയുന്നത്, മത്തായിച്ചൻ പണ്ട് മുഖത്തോട്ട് നോക്കി വെച്ച് മത്തായിച്ചൻ പേന എടുത്ത് എഴുതി, കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കാൺപാർക്കദേവാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കാൺപാർക്കദേവാ. അപ്പൊ താനെ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ദർശിച്ചപ്പോൾ കോടി സൂര്യപ്രഭ, അതുപോലെ പ്രഭാമയനാണ് നമ്മുടെ കർത്താവ്. സൈമൺ സാറ് ആ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയേച്ച് സാറോടനെ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കാണുന്നത്. സാറിനെ എഴുതി, നിൻമുഖത്തു നിന്നു തൂകും നന്മ പൂരത്തിലമ്പി മുങ്ങിലയിക്കുന്നു ദിവ്യജ്ഞാനികൾ. നിന്റെ നന്മൊഴിക്കതി കണ്ണയും അതിനൊരു നവ്യമായ സയൻസുമില്ലതു സമ്മതിക്കും നജ്ഞരല്ല പ്രാണികൾ. അപ്പൊ സാറ് നോക്കിയപ്പോ ആ മുഖത്തിൽ നിന്ന് തേൻ മധു ഇറ്റിറ്റ് വീടുന്നു. തേനിറ്റിട്ട് വീണ ആരിലും എഴുന്നേറ്റ് പോവോ? അവിടെ ഇല്ല 3 ദിവസമൊക്കെ ആൾക്കാരങ്ങ് ഇരിക്കുന്നത്. 3 ദിവസം. ഒരു ചെറുക്കനാണ് 3 ദിവസം കുത്തിയിരിക്കുക. അവന്റെ അമ്മ കൊടുത്തു വിട്ടത് 5 അപ്പവും 2 മീൻ. അവനത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അവനെ ആ മുഖത്തോട് നോക്കിയപ്പം അയ്യോ കോടി സൂര്യപ്രഭ, വായിന്ന് വരുന്നതാണ് ലാവണ്യ വാക്കുകൾ. ചെറുക്കനെ അത് കാണും എഴുന്നേറ്റും പോകുന്നില്ല, ഇങ്ങനെ ഏകാഗ്രതയോട് ഇമ വെട്ടിക്കാതിരിക്കുക. അപ്പോൾ മീനും പൊതിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കമ്മിറ്റിക്കാരിങ്ങനെ നടക്കുക.
അവർക്കിതൊന്നും വിഷയമല്ല, അവരെന്നും ഇത് കേൾക്കുന്നതുകൊണ്ടേ. അപ്പോൾ അന്തർവാസാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ വാളണ്ടിയേഴ്സാണ്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പൊതി ഇരിക്കുന്നു ചെറുക്കണ്ട. അപ്പം ചെന്ന് ഇങ്ങോട്ട് മോനെ പ്രൈസിലോടെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെറുക്കൻ പറഞ്ഞു പ്രൈസിലോടൊക്കെ. മോൻ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൂടാറുണ്ട് ആരുമില്ല. മോനെ ഇന്നലെ വീട്ടിൽ പോയോ? ആട്ടെ എന്തുവാ? അത് മമ്മി എന്ന് വിട്ടാ പൊതിയാ. എന്തുവാ? 5 അപ്പം 2 മീനോ വേണ്ടേ? എന്തുവാ? ജീവന്റെ അപ്പം. സ്തോത്രം. ജീവന്റെ അപ്പം. ഒന്ന് അന്തരത്ത് വന്ന അങ്കിൾ ഇതെടുത്തോട്ടെ. അടിച്ചു മാറ്റാൻ വലിയ ബിരുദാ അങ്കിളിന്. അങ്കിള് ഒത്തിരി പേരെ ഇങ്ങനെ പിന്നെ പേര് പറയുന്നത് മോശമാ. പിന്നെ നിർബന്ധമാണ് യോഗം കഴിഞ്ഞ് പറയാം. പക്ഷേ അത് അറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരികയാണ്. നിങ്ങൾ ഉറങ്ങണമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പറഞ്ഞ പുള്ളി. സ്തോത്രം. അത്രയും പറയുന്നുള്ളൂ ഇപ്പൊ ഞാൻ. അപ്പം അന്ത്രയോസിനെ അടിച്ചു മാറ്റിയപ്പം ഒടുവിൽ കർത്താവിൻ്റെ അടുക്ക ചെന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് ഇവിടെ ചായക്കടയൊന്നുമില്ല, മറ്റു കടകളില്ല, ആൾക്കാരെയൊക്കെ പിരിച്ചുകൊണ്ട് 3 ദിവസമായി. കർത്താവ് മനസ്സിലായി. കാരണം അന്ത്രയോസിൻ്റെ ചിന്ത പൊതുയോഗം പിരിച്ചുവിട്ട കമ്മിറ്റി കൂടണം, കമ്മിറ്റിക്കാർക്ക് 5 അപ്പവും. കർത്താവ് തറഞ്ഞു വെച്ച് പറഞ്ഞു, അന്ത്രയോസ് ഒരു കാര്യം ഇന്ന് കമ്മിറ്റി ഇല്ല, മൊത്തം പൊതുയോഗമാണെന്ന് പറഞ്ഞു. എല്ലാവരും പന്തിയായിട്ട് 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് കർത്താവ് എടുത്ത് വാഴ്ത്തി ദൈവത്തെ സ്തുതിച്ചു കൊടുത്തു. മുമ്പേ കേട്ട് എല്ലാവരും തിന്ന് തൃപ്തരായി. അവനെ സേവിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നതിന്റെ സാരം, അവന്റെ അടുക്കൽ വന്ന് ആരും പിരിഞ്ഞു പോകത്തില്ല. വായിന്ന് വരുന്നത് ലാവണ്യമാക്കും. മുഖത്തോട്ട് നോക്കിയ അവൻ ഭയങ്കര തേജസ്സും മഹിമയും. അതുകൊണ്ട് ആ കാണാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കണം, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്കണം, അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, പിൻഗമിക്കുന്നെങ്കിൽ യേശുവിനെ പിൻഗമിക്കണം, സേവിക്കുന്നെങ്കിൽ കർത്താവിനെ സേവിക്കണം. ഇതുപോലെ ശ്രേഷ്ഠതയുള്ള അവൻ മഹിമയുള്ള ഉന്നതനായ അവൻ തേജസ്സുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, സ്തോത്രം, കർത്താവിനെ ദർശിച്ചു. ഞാൻ ആ ഭാഗം ഓടിച്ചങ്ങ് പോവുക. അപ്പൊ അവിടെ ഒരു പദം 7 നിലവിളക്കുകളുടെ നടുവിൽ, അങ്ങനല്ലയോ എഴുതിയിരിക്കുന്നത്? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. ഈ നിലവിളക്കുകളുടെ നടുവിൽ, നിലവിളക്ക് എന്തുവാന്ന് ആ അധ്യായത്തിന്റെ ഒടുവിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ വ്യാഖ്യാനം കണ്ടുപിടിക്കേണ്ട, അവിടെ തന്നെ വ്യാഖ്യാനമുണ്ട്. എന്തുവാ? എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം, 7 സഭകളുടെ അത് ശുശ്രൂഷന്മാരെ കാണിക്കുന്നതാ. അപ്പൊ 7 നക്ഷത്രം 7 സഭകളുടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാവരോടും കൂടെ പറയുക, നമ്മള് കർത്താവിന്റെ വലം കൈയില്ല. അവന്റെ ഉള്ളം കൈ നമ്മെ പിടിച്ചു പറിക്കാൻ ഒരുത്തരും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. 7 നക്ഷത്രം 7 വലം കൈയിൽ. പിന്നെ അടുത്തത് 7 നിലവിളക്ക് 7 സഭ. അപ്പൊ 1-ാം അധ്യായത്തിൽ അതിന്റെ അർത്ഥം 7 നിലവിളക്കുടെ നടുവിൽ കർത്താവ്. നമുക്ക് അറിവുള്ള ഭാഗമാണ് 7 നിലവിളക്കിന്റെ നടുവിൽ കർത്താവ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിലവിളക്ക് 7 സഭ. അപ്പൊ സഭയുടെ നടുക്ക്. അപ്പൊ കർത്താവ് സഭയുടെ നടുക്ക്. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാത്തത്. നമ്മള് സമുദായസ്ഥരായ ചിലരോടൊക്കെ വെച്ചാൽ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നേരെ പിടിച്ചു തിരിക്കുമ്പോൾ അല്ല കിഴക്കോട്ട്. അറിയത്തില്ല. കർത്താവ് കിഴക്കും തെക്കും മടക്കും ഒന്നുമല്ല, കർത്താവ് നടുക്കാകുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവരിലേക്ക് ഒരു വിശുദ്ധ. കർത്താവിനെ പറ്റി പഠിച്ച് ചെന്നിടത്തെല്ലാം നടുവിലല്ലയോ. 12-ാമത്തെ വയസ്സിൽ ആ പള്ളിയിൽ ചെന്നപ്പോൾ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയൊക്കെ നടുവിലായിരുന്നത്. ക്രൂശി കടന്നപ്പെടുന്ന 2 കള്ളന്മാരുടെ നടുവിൽ. ആകാശത്തിന് ഭൂമിക്ക് ഇടയ്ക്കാ കർത്താവിന്റെ മഹത്വം. അവൻ മുറി അടച്ചിട്ടപ്പെടും അവരുടെ നടുവിലാണ് പ്രത്യക്ഷപ്പെട്ടത്. കർത്താവ് പോകാൻ നേരത്ത് തിരുവായി ഒഴിഞ്ഞ ചാതില പോയതും 2-ഓ 3-ഓ പേർ എന്ന നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ. അപ്പോൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്. അത് സൂര്യാരാധനയാണ്. എഹെസ്കേൽ 8:16 നമ്മൾ പഠിക്കുന്നത്. കിഴക്കോട്ടുള്ള പ്രാർത്ഥന, കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധന. യേശു ക്രിസ്തു ആണ് നമ്മുടെ നടുവില. അപ്പോൾ 7 സഭയുടെ നടുവിൽ കർത്താവ്. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവുണ്ട്. 7 സഭയ്ക്ക് കാലയളവുണ്ട്, കാലക്കണക്കിട്ട് പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ഒന്നും വിവരിക്കുന്നില്ല.
അപ്പോൾ ഒന്നാമത്തെ സഭ എഫെസോ സഭ, ആ സഭയുടെ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവുണ്ട്. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, 2-1 വെളിപ്പാട് 2:1. ആ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് സഭയുടെ നടുവിൽ ഒരു സ്റ്റാച്ചു അല്ല, അവൻ ജീവനുള്ള ദൈവമാണ്. സഭയുടെ നടുവിൽ കൂടെ നടക്കുക കർത്താവിന്റെ മഹത്വം. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്കുണ്ട്. 2-ാം അധ്യായം പഠിക്കുമ്പോൾ സഭയുടെ നടുവിൽ വെറുതെ നിൽക്കുകയല്ല, അവൻ നടുവിൽ കൂടെ നടക്കുന്നവരെ. ഇന്ന് രാത്രിക്കും ജീവനുള്ള കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനധികം വിവരിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് നടന്നുകൊണ്ടിരിക്കുക. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒടുവിലത്തെ സഭ ലവോദിക്ക പീരീഡ് വരുമ്പോൾ നടുക്കുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല, പുറകിലുമില്ല. യേശു പുറത്താ. നടുവിലുമില്ല, നടക്കുന്നുമില്ല, നിൽക്കുന്നുമില്ല, പുറകിലുമില്ല. യേശുവിനെ പുറത്താണ്. 7-ാം സഭയായപ്പം യേശു പുറത്തായി. പുറത്ത് യേശുവിനെ ഇറക്കി വെച്ച കഥകൊക്കെ അടച്ചിട്ട് അകത്ത് ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇപ്പോഴത്തെ വർഷിപ്പുകാരെ കണ്ടിട്ടില്ലയോ? യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കത്തില്ല, യോഗ്യമായിട്ട് നടക്കുകയില്ല. അവരാണ് ഇത് ലീഡ് ചെയ്യുന്ന പുള്ളിക്കാരൻ. വർഷിപ്പ് അങ്ങനെ ഒരു ലീഡറിനെ പണ്ട് വെട്ടുകൊണ്ട് പോകണതാണ്. ചിലരെ കാണുമ്പം നമുക്ക് മനസ്സിലാകും ഇത് ആ ഗ്രൂപ്പ് തന്നെ. ഇന്നാൾ ഇവിടെ വന്നപ്പോൾ കണ്ട് ഈ ഗ്ലാസിനകത്ത് ഇരുത്തിരിക്കുക, വെളിയിലോട്ട് ഇറക്കാൻ ഒക്കുകയല്ല, സെപ്പറേറ്റ് ചെയ്തിരിക്കുക. യോഗ്യമായിട്ടൊക്കെയാണെ കുഴപ്പമില്ല. അപ്പൊ ഈ 7-ാമത്തെ സഭയുടെ വന്നപ്പോൾ കർത്താവ് സഭയുടെ വെളിയില്ല. ഇവര് ഓളടച്ചിട്ട് ചിലരുടെ ആത്മാവിലാകുക. അപ്പൊ എന്റെ ചിന്തയാ, യേശു വന്ന് മുട്ടുക വാതക്കൽ നിന്ന്, സഭയുടെ വാതക്കൽ. അപ്പൊ എന്റെ ചിന്തയാ, സെക്രട്ടറി അന്വേഷിച്ച് വന്ന് പറഞ്ഞു വർഷിപ്പിന്റെ ടൈമാണ്, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. യേശു ഒന്ന് മാറി. പിന്നെ ഇവർ വന്ന ആരാധന, പിന്നെ മുട്ടി. അപ്പം ഖജാൻജി എന്ന് ട്രഷാർ എന്ന് പറഞ്ഞു സ്വോത്രകാഴ്ചയുടെ ടൈമാണ്. ഇവരിങ്ങനെ സ്വോത്രകാഴ്ച എടുത്ത് വർഷിപ്പൊക്കെ നടത്തി. യേശു സഭയ്ക്കകത്തില്ല, കാരണം ഇതിനകത്തെ നടപടിക്രമങ്ങൾ കണ്ട് കർത്താവ് വെളിയിൽ നിൽക്കുക. ഇന്ന് രാത്രി നമ്മുടെ ചെറിയ ചിന്താ വിഷയം വാതിക്കൽ എന്നുള്ള വിഷയമാണ്. ഒന്ന്, വാതിക്കൽ യേശു നിന്ന് മുട്ടുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ അകത്തേക്ക് പ്രവേശിക്കാൻ. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിക്കൽ ക്രിസ്തുയേശു മുട്ടുകയാണ്. യേശു നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരാൻ. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈല് നടക്കേണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രി യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ഉള്ളിലേക്ക് വരണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കി, മകനാക്കി, മകളാക്കി തീർക്കണമേ, എന്റെ ഉള്ളിൽ അങ്ങ് എഴുന്നള്ളി വരണമെന്ന് ആര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഒന്ന്, യേശു ക്രിസ്തു വാതിക്കൽ നിന്ന് മുട്ടുന്നു, അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഇന്ന് രാത്രി കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം, യേശുവിനെ ഉള്ളത്തിലേക്ക് ഏറ്റെടുക്കാം. 1-2 കാര്യോട് പറഞ്ഞതിന്റെ വാക്കെന്ന് നിർത്തട്ടെ. ഒന്ന്, വാതിക്കൽ നിന്ന് യേശു മുട്ടുന്നു. 2, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. വേഗത്തിലെ പോയിന്റ് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അതുള്ള വാക്യമാണ്. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ 2, വാതിക്കൽ സംഹാരകൻ വന്ന് നിൽക്കുന്നു ആദിയാതന്മാരെ തകർക്കാൻ. ഇന്ന് രാത്രി സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം വെച്ചൊരു വ്യവസ്ഥ, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലയാതിരിക്കണം. വീട് 1-ന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യതയുണ്ട്, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. പുറപ്പാട് 12:5 വായിക്കുന്നത്, ആട്ടിൻകുട്ടി ഊഴമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണമായിരിക്കണം, കോലാടോ ചെമ്പരിയാടോ ആകാം. അതിനെ 10-ാം തീയതി വേർതിരിച്ച് 14-ാം തീയതി അറുത്ത് അതിന്റെ രക്തം കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ 2 കുറുപടി വലി പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറക്കി തീയിൽ ചുട്ട് തിടുക്കത്തോടെ ഇതിനെ ഭക്ഷിക്കണം. അന്ന് രാത്രി ആരും വെളിയിലിറങ്ങരുത്, കാരണം വാതിക്കൽ സംഹാരകൻ നിൽക്കുക. ഇന്ന് രാത്രി സംഹാര ശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അവൻ കുഞ്ഞാടിനെ
നേരത്ത് ചോരക്കളി ആചരിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതലുണ്ട്. വാതിൽക്കൽ സംഹാരകം നിൽക്കുന്നു. ഒന്ന്, വാതിൽക്കൽ യേശു നിൽക്കുന്നു അകത്തേക്ക് പ്രവേശിക്കാൻ. രണ്ട്, വാതിൽക്കൽ സംഹാരകം നിൽക്കുന്നു രക്ഷപ്പെടാൻ. ഒറ്റ പരിഹാരമുള്ളൂ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഒന്ന്, ഈ രക്തം പരിശുദ്ധ രക്തമാണ്. രണ്ട്, പാപം മോചിക്കുന്ന രക്തം. മൂന്ന്, രോഗം സൗഖ്യമാക്കുന്ന രക്തം. നാല്, ഇത് നിർമ്മല രക്തം. ഇത് വിശുദ്ധീകരിക്കപ്പെട്ട രക്തം. ഇത് സൗഖ്യമാക്കുന്ന രക്തം. ഇത് മാറയും അതിരിപ്പിക്കുന്ന രക്തം. പോരാ, ഇത് നമ്മുടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാലക്കിടാക്കളുടെ രക്തവും മധുരപ്പെട്ടവരെ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധ വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ സജ്ജരാക്കി തീർത്തു. ഈ രക്തത്തിന്റെ മഹിമ ആരാധിക്കാൻ നമുക്ക് യോഗ്യത ഉണ്ടാക്കി തന്ന രക്തം. ഹാബീലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഈ രക്തത്തിന്റെ പ്രത്യേകത അവന്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വരിക. ഈ രക്തത്തിന്റെ ശക്തിയ രോഗശാന്തിയുണ്ട്. ഇന്ന് രാത്രി അവൻ സംഹാരകൻ വാദക്കനുണ്ട്. അവൻ അതിൽ രക്ഷപ്പെടാൻ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ മാത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് മെസ്സേജ് അങ്ങ് നിർത്താൻ, സമയം പോകുന്നല്ലോ. ദൈവം വെച്ചാൽ നാളെ നമുക്ക് ഏറെ സമയം അതിനെ ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, കർത്താവിന് മഹത്വം. ഉത്തമഗീതം 5:2 അറിവുള്ള വാക്യമാ. ഉറക്കവായി, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. മതി. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ഈ ശൂലേമിയെ പിടിച്ച് ഈ ശലോമോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ശൂലേമിയെ അതിന്റെ ചരിത്രം ഒത്തിരി ഉണ്ടെല്ലാം വിസ്തരിക്കുന്നില്ല. ശൂലേമിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ശലോമോന്റെ പള്ളിയറയ്ക്കകത്തിട്ടണം. പള്ളിയറ അങ്ങനെ ശലോമോന്റെ രാജാക്കന്മാരെ പറ്റി ഉന്നതന്മാരെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പള്ളിയറ, പള്ളിക്കട്ടില്, പള്ളിമെത്ത, പള്ളി ഉറക്കം, പള്ളിയാണല്ലോ വിഷയം. മുഴുവൻ പള്ളി കൂടിയാണ്. അപ്പം ശലോമോന്റെ പള്ളിയറയെ കൊണ്ടുവന്നിട്ട് ശൂലേംകാരി ഇട്ടു. ഇവിടെ മുന്തിരിത്തോട്ടത്തിന്റെ കാവിലുമൊക്കെ നിന്ന് വെയിൽ കൊണ്ട് കറുത്തും ഇരുനിറമൊക്കെ പറ്റി നാടൻ ഭാഷ പറഞ്ഞാൽ ഇപ്പം പരുവക്കേടായിരുന്നു. ബലാത്കാരമായി പിടിച്ച് ശലോമോൻ പള്ളിയറയെ കൊണ്ടുവന്നിട്ടു. അപ്പം ശൂലേമിയെ പള്ളിയറയിൽ ഇട്ട് കഴിഞ്ഞപ്പം ഈ പള്ളിയറയും പള്ളി കട്ടിലുമൊക്കെ കണ്ട ശൂലേമി മയങ്ങി ശലോമോനെ ഇഷ്ടപ്പെടുമെന്ന ശലോമോൻ ചിന്തിച്ചത്. കാരണം ശലോമോന്റെ പല്ലൊക്കെ കാണുമ്പം ഇവിടെ മയങ്ങും. ശലോമോന്റെ പല്ലക്കിനെ പറ്റി എഴുതിയേക്കുന്ന 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച. ഉത്തമഗീതം 3:7. ശലോമോന്റെ പല്ലക്ക് തന്നെ. ശലോമോന്റെ പല്ലക്ക്, ഈ ശലോമോന്റെ പല്ലക്ക് നമ്മുടെ കട്ടിൽ പോലൊന്നുമല്ല. നാട്ടിലൊക്കെ ഞാൻ പറയാം, നമ്മുടെ കട്ടില് ഒരു കാല് കിടന്ന് ആടുക. ട്രാൻസ്ഫർ അല്ലേ 3 വർഷം കൂടുമ്പോൾ. ലോറിയൊക്കെ കയറ്റി ഇതെല്ലാം എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് ഒരു കാല് കിടന്ന് ആടുക. നമ്മളിരുന്നപ്പോൾ കിറോ എണ്ണ പറഞ്ഞ് സൂസമ്മ ഇച്ചിരി ബേസ്ബോൾ മടക്കിക്കൊണ്ട് പോവാ ഒരു കാലിന്റെ. അതുപോലെ തന്നെ ശലോമോന്റെ പല്ലക്ക്. പല്ലക്കിന്റെ വിശേഷത 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:9. ലെബാനോനിലെ മരം കൊണ്ട് ഒരു പല്ലക്കുണ്ടാക്കി. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയല്ല, ഭയങ്കര കേമമാ. ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് ഉണ്ടാക്കി. അടുത്തത് മേക്കട്ടിക്കാരനാ. എനിക്കൊന്ന് ആദ്യമായിട്ട് വായിക്കാന്ന് വന്ന ഭാഗം. ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് ഉണ്ടാക്കി. അതിന്റെ മേക്കട്ടിക്കാല് വെള്ളി കൊണ്ടും അതിന്റെ ചാര് പൊന്നു കൊണ്ടും ഇരിപ്പടം രക്താകരം കൊണ്ടും അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര എന്നാലും വായിച്ചു തരുന്നല്ലോ. വിചിത്ര ഖചിതമായിരിക്കുന്ന. അപ്പൊ ഈ പല്ലക്കിന്റെ വിശേഷത, ശലോമോൻ രാജാവ് ഒരു പല്ലക്കുണ്ടാക്കി. അത് ലെബനോനിലെ മരം കൊണ്ടൊരു പല്ലക്കുണ്ടാക്കി തനിക്ക്. അതിന്റെ മേക്കട്ടിക്കാല് വെള്ളി കൊണ്ടും ചാരി പൊന്നു കൊണ്ടും ഇരിപ്പട്ട രക്താംബരം കൊണ്ടും അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമാക്കി. അപ്പൊ അന്തർഭാഗവും ബഹിർഭാഗവും കേമമാണ്.
അന്തർഭാഗവും പിന്നെ അതൊക്കെ കേമല്ലേ, ആ പണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനകത്തോട്ട് കയറി പോവല്ലേ. അന്തർഭാഗവും ആ എടുപ്പും ആ പണിയും ആ ഇണക്കും ലൈറ്റും അതിൻ്റെ ആ മേടയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിനകത്തോട്ട് കയറും. ആ രീതിയിലാണ് പണിത് വെച്ചേക്കുന്നത്. അന്തർഭാഗവും ബഹിർഭാഗവും അല്ല, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ഇങ്ങോട്ട് ഇപ്പോൾ വേണ്ടിയിട്ട് പറയാനും തോന്നുന്നു. ഞാനിതിന് എൻ്റെ എനർജികളെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ കാണിച്ച് ശൂലേമിയെ മയക്കാൻ നോക്കിയതാ. ഞാൻ ഒരു ആത്മീയ സന്ദേശം പറയാം. നന്നായിട്ട് വിസ്തരിച്ച് പ്രസംഗിക്കേണ്ടത് എനിക്കൊരു സുഖം വരുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കൊണ്ടായിരിക്കും എന്തോ. പണ്ടൊരാൾ പറഞ്ഞ പോലെ കോടതി പിടിച്ച് വാദിച്ചൊരപ്പൻ കേരളത്തരം നടത്തിയപ്പോൾ പ്രതിഭാഗം വക്കീലുമൊക്കെ വാദിച്ചു. ഒരപ്പൻ കുറ്റക്കാരനാണെന്ന് മജിസ്ട്രേറ്റ് വിധിപ്പോൾ ചോദിച്ചു. 1.5 മണിക്കൂർ വാദിച്ചു. ഒന്ന് അപ്പച്ചനോട് ചോദിച്ചു, പ്രതിക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വല്യപ്പൻ പറഞ്ഞെന്നാ പറഞ്ഞത്, മൈസറേട്ടാമ്മേൻ്റെ വായിലെ പല്ലില്ലാത്തത് കൊണ്ടാണോ കോടതിയുടെ മുഴക്കം കൊണ്ടാണോ എനിക്കൊന്നും തിരിഞ്ഞില്ലെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ 2.5 മണിക്കൂർ വാദിച്ചത് പുള്ളി അങ്ങോട്ട് പറഞ്ഞു, മൈസറേട്ടിൻ്റെ വായി പല്ലില്ലാത്തത് കൊണ്ടാണോ കോടതിയുടെ മുഴക്കം കൊണ്ടാണോ എനിക്കും അതാ തോന്നുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കൊണ്ടാണോ, ഇത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്തോ ഒരു. അപ്പൊ എന്തായാലും ആട്ടെ, നമുക്കങ്ങ് നിർത്താം. അപ്പൊ ഒരു ചെറിയ ചിന്ത, ഈ ശൂലേമിയെ പിടിച്ച് കൊട്ടാരത്തിനകത്ത് പള്ളികളെ കൊണ്ടിട്ടു. അപ്പൊ ഈ ശലോമോൻ ആദ്യം പല്ലക്കയിലാണ്. പല്ലക്ക വന്നതെന്ന് വെച്ചാൽ പല്ലക്ക കാണുമ്പോൾ ഇവള് വീട് വന്നോർത്താം. ശൂലേമിയുടെ ഒരു പ്രത്യേകത, ശലോമോൻ പല്ലക്ക വന്നപ്പോൾ ഇവള് ശലോമോനെ കണ്ടൊന്നും മയങ്ങിയില്ല. കാരണം ഇവള് ശലോമോനിലും വലിയവനെ സേവിക്കുന്നവളാണ്. ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ. അപ്പൊ ശലോമോന്റെ പല്ലക്ക് കണ്ട് മയങ്ങി സ്ത്രീരത്നങ്ങൾ ഒത്തിരിയുണ്ട്. ശൂലേമി അങ്ങനെ മയങ്ങിയില്ല. ശലോമോൻ പല്ലക്കൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവള് ആത്മക്കണ്ണ് തെളിഞ്ഞവളാണ്. ശലോമോന്റെ പല്ലക്ക് കണ്ട് ഇവള് മയങ്ങിയില്ല. ഇവളുടനെ ശലോമോനിലും വലിയവൻ വരുന്നതെന്ന് കണ്ടു. അണ്ട 18-ാം സങ്കീർത്തനത്തിന്റെ 10 വായിച്ച ശലോമോനിലും വലിയവൻ എങ്ങനെയാ പല്ലക്കയിലാണോ വരുന്നത് അതോ പിന്നെ എങ്ങനെയാ വരുന്നെന്ന് 18-ന്റെ 10 സങ്കീർത്തനം ചടയിന്ന് വായിരും. അവൻ കെരൂബിനെ വാഹനമാക്കി മതി. ശലോമോൻ പല്ലക്ക വരുമ്പോൾ ശലോമോനിലും വലിയവൻ വരുന്നത് കെറൂബിനെ വാഹനമാക്കി പറന്നു വരിക. ആത്മക്കണ്ണ് തെളിഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാകുള്ളൂ. സ്തോത്രം. ശലോമോന്റെ പള്ളിയറ കൊണ്ട് കാണിച്ചു. പള്ളിയറ കാണിക്കുമ്പോൾ ഇവള് മയങ്ങുവെന്നാ ഓർത്തത്. അത് മയങ്ങിയേക്കാം. ഇന്നത്തെ ശൂലേമിയെ ശലോമന്റെ പള്ളിയറയിൽ എങ്ങാനും കൊണ്ടിടുക എന്ന് സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ ശൂലേമി നിശ്ചയമായിട്ട് എഴുന്നേറ്റ് സാക്ഷി പറയാൻ പറഞ്ഞാൽ ഇന്നത്തെ ശൂലേമി ഉടനെ എഴുന്നേക്കും. എന്നുവെച്ച് എൻ്റെ ചിന്തയാ 2 ശീലി പാട്ടുമൊക്കെ പാടിയായിരിക്കും നമ്മുടെ പെന്തിക്കോസ് രീതി വെച്ച് 2 ശീലി പാട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഏത് പാട്ടായിരിക്കും എന്ന്. ഏത് പാട്ടാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നാട്ടിലെയൊക്കെ രീതി അനുസരിച്ച് മിക്കവാറും ഈ പാട്ട് പാടാൻ സാധ്യതയുണ്ട്. ബൈബിളൊക്കെ എടുത്തുകൊണ്ട് ശൂലേമി എഴുന്നേക്കും. അങ്ങനെ പാട്ടില്ലയോ? അതാ ഇപ്പോഴത്തെ ശൂലേമി സൂക്ഷിച്ച് ആ പാട്ട് പാടി. അങ്ങനെ പാട്ടുണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ല. എനിക്ക് അങ്ങനല്ലേ എന്നിട്ട് പറയും, പ്രിയരെ ഞാനിതിനൊന്നും യോഗ്യല്ല, കൃപയാൽ ഇതിനകത്ത് ചായ കൊണ്ട് പിടിച്ചിട്ടിരിക്കുക. തെളിവ് ഈ ആദമിനെ തോട്ടത്തിന് വെളിയിലാക്കി തേജസ് നഷ്ടപ്പെട്ടു, കൃപയെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെടുത്തി പരുവക്കേടിലായി വെളിയിലിടെ. എന്തായാലും കൊച്ചുണ്ടായപ്പോൾ തള്ള സാക്ഷി പറഞ്ഞു, ദൈവം എനിക്കൊന്നും ഇതിനകത്ത് വന്നാണ്, യഹോവയാൽ എനിക്കൊരു അങ്ങനെ സാക്ഷി. അമ്മാമ്മയ്ക്ക് സാക്ഷി കൊടുത്തപ്പോൾ കൃപയെന്ന് പോയി, അത് നമുക്കറിയാം. ദൈവകൃപയെന്ന് പോയി, അഭിഷേകമില്ല. ഇപ്പോൾ ഇതിൻ്റെ തള്ളക്ക് സാക്ഷിക്ക് സമയം കൊടുത്ത് പറഞ്ഞ് യഹോവയാൽ, നമ്മളും അങ്ങനെ തന്നെ ആണല്ലോ, കൃപയാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ ശൂലേമി അവിടെ കിടന്ന് അങ്ങനെയുള്ള സാക്ഷ്യമൊന്നും പറഞ്ഞില്ല. ഈ ശലോമോന്റെ പള്ളിയറയ്ക്കകത്ത് ശൂലേമി കേട്ടപ്പോൾ അവൾ ആ പള്ളിയറയ്ക്കകത്ത് കട്ടിലേ കിടക്കാതെ ചരിത്രം ആ കിളിമാതിൽ കൂടെ തല വെളിയിലോട്ട് ഇട്ടേച്ച്, എവിടെ പ്രാണപ്രിയൻ പണ്ട് ആ ഗിലയാദം മലഞ്ചെരുവിനപ്പുറം മറഞ്ഞു പോയിട്ടുണ്ട്, അവനെ പ്രതീക്ഷിച്ചായി നിൽക്കുന്നത്. അവിടെ ആ തല വെളിയിലോട്ട് ഇട്ടേച്ച് അവിടെ കിടന്ന് വിളിച്ചൊന്ന് പറഞ്ഞു,
എന്റെ പ്രിയനെ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നാം ഓടിപ്പോകാം, രാജാവ് എന്നെ പള്ളിയറക്കകത്ത് കൊണ്ടുവന്നിട്ടെന്ന്. ആ 1:4 വായിച്ചേ കൊച്ചമ്മേ. 1:4. നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നാം ഓടിപ്പോകാം, രാജാവിന്റെ പള്ളിയറകളിലേക്ക്. രാജാവിന്റെ പള്ളിയറക്കകത്ത് എന്ന് പറഞ്ഞ ശലോമോന്റെ പള്ളിയറ കണ്ട് മയങ്ങി ഇതിനകത്ത് കിടക്കാനല്ല, എനിക്ക് നിന്റെ പിന്നാലെ വരണം. ഇന്ന് രാത്രി ആ ഭാഗം പറഞ്ഞു നിർത്താം. പല ആൾക്കാരും പള്ളിയറ കണ്ട് മയങ്ങി ഇതിനകത്ത് കിടക്കുക. ഇപ്പോഴത്തെ സുബലോലുപതയും ഈ മെത്തയും ചെല്ലു പറയത്തില്ല, ഞാൻ ഇങ്ങനെയൊന്നും യോഗിയല്ല മാമ, ഇങ്ങനത്തെ ഒരു മെത്ത കാണുമെന്ന് പോലും. കൊരണ്ടിയിലൊരു നൂപ്പാട് വന്ന എന്നെ കൊരണ്ടി മനസ്സിലാകുന്നു, കൊരണ്ടി മുടി കിട്ടുന്നില്ലേ? ആ ഇല്ലെന്ന് എന്നോട് പറഞ്ഞാൽ കഴിയും. ഞാൻ പഴയ ചരിത്രം ഞാൻ തെളിയിക്കും. ഇവിടെ വന്നാൽ കൊരണ്ടി അറിയാൻ മേല, ചോറ് കഴിക്കാൻ മേല, ഉള്ള പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ഊപ്പാട് വന്ന് സ്കൂളിൽ പോകുമ്പോഴേ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം മക്കളോട്. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ കാരണം ഒരു ദൃഷ്ടാന്തം പറയാം. കേരളത്തിലെ ധനാഢ്യന്മാരിലെ നമ്പർ 1 ധനാഢ്യൻ ഞങ്ങളുടെ കാവാലത്തായിരുന്നു. മുരിക്കൻ എന്ന് പറയും. മുരിക്കൻ പഴയ ആൾക്കാർക്കറിയാം. കായൽ രാജാവ്, മനസ്സിലാകുന്നില്ല, കായൽ രാജാവ്. ഞങ്ങളുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് കായൽ എന്നാ പറയുന്നത്. 3 കായൽ സ്വന്തമാണ്. 3 കായൽ. ചിത്തിര മാർത്താണ്ഡ റാണി. ഒരു കായൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1800 ഏക്കറാണ്. ആ ഒരു കായൽ 1800 ഏക്കർ. ഒരു കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരു സെന്റ് സ്ഥലമില്ല, മുഴുവൻ പുള്ളിയുടേത്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ വേറെ മംഗലം കായല്, മതികായല്, മടത്തിക്കായൽ എന്ന് പറഞ്ഞ യേശു വരാറായി, കാകളം തൊലിക്കാറായി, നാം ഇവിടെ നെടുക്കപ്പെടാറായി. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കൊക്കെ നിർത്തുക. ദൈവം അനുവദിച്ചാൽ നാളെ ഏറെ സമയം നമുക്ക് വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കുക. അടുത്തിരിക്കുന്ന ആരെയും വിളിക്കല്ല, തന്നെത്താനൊന്ന് ശോധനയ്ക്ക് ഏൽപ്പിക്കുക. ഇവിടുത്തെ സുഖലോലുപതയ്ക്ക് പ്രതാപങ്ങളുടെ പത്രാസ് പ്രൗഢി കണ്ട് നിന്റെ ആത്മികത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, ആരാധന നഷ്ടപ്പെടുത്താതെ, പ്രാർത്ഥന നഷ്ടപ്പെടുത്താതെ, സമർപ്പണത്തോടെ, ഭക്തിയോടെ, ഭയത്തോടെ ജീവിക്കുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു പഴയ പാട്ടിന് 2 ചരണങ്ങൾ ചേർന്ന് പാടാം. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. കാന്തൻ വന്നിടും, കണ്ണുനീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി. കാന്തൻ വന്നിടും, കണ്ണുനീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി. ആനന്ദഗാനം പാടും വിശുദ്ധ ഒന്നായി ചേർന്ന് വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധ ഒന്നായി ചേർന്ന് വരുന്നല്ലോ. ഓ
ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി കാന്തൻ വന്നിടും ദുഃഖങ്ങളെല്ലാം തീരാറായി കാന്തൻ വന്നിടും കണ്ണോനീർ തുടങ്ങൂ ദുഃഖങ്ങളെല്ലാം തീരാറായി. ഓ രാജ്യമൊരുക്കിതാൻ വരുന്നല്ലോ പ്രിയന്താൻ മണിനാദം അങ്ങോ ദൂരെ കേൾക്കുന്നല്ലോ അങ്ങോ ദൂരെ കേൾക്കുന്നല്ലോ ആമേ രാജ്യമൊരുക്കിതാൻ വേഗം വരുന്നല്ലോ പ്രിയന്താൻ ജയം ജയം ജയം. ഓ ജീസസ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, സഭയ്ക്കകത്ത് വരുവാൻ സമകാലികൻ വാതിൽക്കൽ നിന്ന് നിൽക്കുന്നു. രക്ഷപ്പെടാൻ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം പ്രാണപ്രിയൻ വാതിൽക്കൽ നിൽക്കുകയാ തന്റെ തിരുസഭയെ ചേർക്കാൻ. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ അവൻ വിശ്വസ്തനും വിശുദ്ധനുമായി ജീവിച്ച് കർത്താവിന്റെ വരവിനായിട്ടില്ല എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ. രാത്രി ഞങ്ങളുടെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനാൽ തൃക്കാൽക്കൽ ഇരുന്ന് തിരുവചനം പ്രാപിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാൽ കർത്താവേ, ഞങ്ങളെ എന്താണ് നയിക്കുന്നത്, ഞങ്ങൾ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ശോധന ചെയ്യുവാൻ ഉതകുന്ന ദൈവിക സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ദൈവമേ, അങ്ങയുടെ പിന്നാലെ ഞങ്ങളെ വലിക്കണമേ കർത്താവേ. മരുഭൂമിയിലേക്ക് വശീകരിച്ച് കൃത്യമായി സംസാരിക്കുമെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഞങ്ങളോട് അങ്ങ് ഇടപെടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അമർനാമുകളും ശനീർ ഹെർമോൻ പർവ്വതങ്ങളും പുള്ളിപ്പുലികളുടെ ഗുഹകളും വിട്ട് കാന്തേ ലെബാനോനെ വിട്ട് എന്നോടുകൂടെ പോരുക എന്ന് കാന്തൻ പറഞ്ഞപ്പോൾ ആ ശബ്ദം കേട്ട് പുറകെ ഓടുവാൻ ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ പാശത്താൽ ബന്ധിതരാകുവാൻ കാലാകാലങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ കർത്താവേ. ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതെ മുന്നേറുവാൻ ഞങ്ങളെ തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, അങ്ങയുടെ ഭൃത്യന്മാരുടെ അന്ത്യം ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ, ഹല്ലേലൂയ. ഒടുവിൽ അത് മാത്രമായി തന്നെ ആ കാരാഗ്രഹത്തിന്റെ ഇരുട്ടുമുറിയിൽ ആ വാള് കർത്താവേ രാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് കിടന്നത് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ കർത്താവേ. ഒടുവിൽ നല്ല പോർ പൊരുതു എന്ന് ഓട്ടം തികച്ചെന്ന് വിശ്വാസം കാത്തെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ അങ്ങയുടെ വലിയ ഭൃത്യന്റെ ഭാഗ്യം നൽകിയല്ലോ. കർത്താവേ, ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ലല്ലോ കർത്താവേ, ശാശ്വതമായി ഒന്നുമില്ലല്ലോ. ഞങ്ങൾ നിലനിൽക്കുന്നതിനായി കാണാത്തതിനായി കാത്തിരിക്കുന്നവരാണല്ലോ. ആ ദൈവമേ, പ്രത്യാശയിൽ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കടന്നു വന്ന് ഞങ്ങളോട് മുഴുവനും അങ്ങ് സംസാരിച്ചല്ലോ കർത്താവേ. ദൈവമേ, ഇവിടെ ദൈവം റെക്കോർഡ് ചെയ്യപ്പെട്ട സന്ദേശത്തിലൂടെയും അനേകാര്യങ്ങളോട് അങ്ങ് ഇടപെടുന്നുണ്ടല്ലോ കർത്താവ്. ഒരു അന്ത്യകാല ശുശ്രൂഷ അങ്ങയുടെ ഭൃത്യനെ അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു ജനത്തെ ഹല്ലേലൂയ, ഒരുക്കപ്പെട്ട ഒരു ജനത്തെ ഒരുക്കുവാനുള്ള മഹത്തായ ശുശ്രൂഷ അങ്ങയുടെ ഭൃത്യനെ ഏൽപ്പിച്ചല്ലോ. വീണ്ടും ഉപയോഗിക്കണമേ, പ്രയോജനപ്പെടുത്തണമേ കർത്താവേ. നിലനിൽക്കുന്ന ഫലം തരണമേ കർത്താവേ. ഈ രാജ്യത്തുള്ള ദിവസങ്ങൾ മുഴുവനും വിശുദ്ധന്മാരുമായി കൂട്ടാൻ അനുഷ്ഠിക്കുമ്പോൾ അവരുടെ പരമാർത്ഥ മനസ്സുണർത്തപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ തീരുമാനിക്കുകയാണല്ലോ. ഇന്നലേക്കാൾ ഞങ്ങൾ അങ്ങയോട് ഒന്നുകൂടെ അടുത്തല്ലോ കർത്താവേ. സ്തോത്രം. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കുറഞ്ഞല്ലോ കർത്താവേ. ദൈവമേ, ഏകാഗ്രത നഷ്ടപ്പെടാതെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനുക്കൽ നിന്ന് മുട്ടുമ്പോൾ ഹല്ലേലൂയ ശബ്ദം കേൾക്കുവാൻ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അങ്ങയോടുകൂടെ അത്താഴം കഴിക്കുന്ന അനുഭവത്തെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കായി സ്തോത്രം, കർത്തദാസന്മാർക്കായി സ്തോത്രം, ശുശ്രൂഷയ്ക്കായി സ്തോത്രം, എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ.
ആ ശബ്ദം വീണ്ടും ഞങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് തളം കെട്ടി നിൽക്കുവാന്, മാറ്റൊരുക്കൊള്ളുവാന്, രാത്രി നിദ്രയിൽ ദൈവശബ്ദം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പൊന്നുപിതാവേ, കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവ് നിരന്തരമായ കൂട്ടായ്മ നാം എവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.